ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് ഏതായിരുന്നു? ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ് അല്ലെ? ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്. അതിലെ ഏറ്റവും ലാസ്റ്റത്തെ ടോപ്പിക് ആണ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽഡിഹൈഡ് അല്ല കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് കാർബോക്സിലിക് ആസിഡ്. അപ്പോ ഫസ്റ്റ് നമ്മൾ അവിടെ പഠിച്ചിരിക്കുന്ന കണ്ടന്റുകൾ ഒന്ന് റിവൈസ് ചെയ്യാണ്. ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ് ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ആൽഡിഹൈഡിന്റെ ഒക്കെ നോമൻക്ലേച്ചേഴ്സ് പഠിച്ചു അല്ലെ? ആൽ എന്ന് പറഞ്ഞാൽ എന്താ? ആൽഡിഹൈഡ്. ഓ ഇനി വന്ന എന്താ? കീറ്റോൺ. ഓയ്ക്ക് വന്ന എന്താ? കാർബോക്സിലിക് ആസിഡ്. ദെൻ നെക്സ്റ്റ് അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കുറച്ച് കോമൺ നെയിമുകളൊക്കെ പുറത്തു നോക്കാൻ പറഞ്ഞു അല്ലെ? പ്രൊപ്പിയോഫിനോൺ പുറത്തു നോക്കണം അല്ലെ? ഐയുപാക് നെയിം ഓഫ് പ്രൊപ്പിയോഫിനോൺ എന്തായിരുന്നു? ഐയുപാക് നെയിം ഓഫ് പ്രൊപ്പിയോഫിനോൺ എന്തായിരുന്നു? 1 ഫിനൈൽ പ്രൊപ്പൻ 1 ഓൺ അല്ലെ? പുറത്തു നോക്കാം. വാനിലിൻ ഐയുപാക് നെയിം അതൊക്കെ നമ്മൾ എഴുതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് നമ്മൾ കാർബോക്സിലിക് ആസിഡിന്റെ നോമൻക്ലേച്ചർ നോക്കി അല്ലെ? അത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചൊരു ടേം ഒക്കെ പഠിപ്പിച്ചു. ഓ മൈ സൺ ഗ്രേറ്റ് ഓൾവേസ്. ഓ ഫോർ ഓക്സാലിക് ആസിഡ്. ദെൻ എം ഫോർ മലോണിക് ആസിഡ്. എസ് ഫോർ സക്സിനിക് ആസിഡ് അല്ലെ? ജി ഗ്ലൂട്ടാറിക് ആസിഡ്. എ അഡിപ്പിക് ആസിഡ് അല്ലെ? അങ്ങനെ നോമൻക്ലേച്ചേഴ്സ് നോക്കി. അഡിപ്പിക് ആസിഡിന്റെ ഐയുപാക് നെയിം എന്തായിരുന്നു? ഹെക്സൻ 1,6 ഡയോയിക് ആസിഡ് അല്ലെ? പുറത്തു നോക്കാം കേട്ടോ. വീണ്ടും പഠിക്കണം അല്ലെ? നമുക്ക് ശരിയാക്കി തരാം കേട്ടോ. അപ്പൊ ഹെക്സൻ 1,6 ഡയോയിക് ആസിഡ്. അങ്ങനെ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞൊരു സെക്ടർ എല്ലാ എന്താണ് ഓർഗാനിക് സെക്ടറിലുള്ളത് പോലെ തന്നെ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് നമ്മൾ പഠിപ്പിച്ചത് എന്താണ്? ആൽഡിഹൈഡിന്റെ പ്രിപ്പറേഷൻ. അത് പ്രീവിയസ് ചാപ്റ്ററിലും 11th പഠിച്ചതായിട്ട് 4 എണ്ണം ഉണ്ട് ടെക്സ്റ്റ് ബുക്കില്. അതിൽ ആദ്യത്തെ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഓക്സിഡേഷൻ ഓഫ് ഡാഷ് ആൽഡിഹൈഡ് കിട്ടണമെങ്കിൽ ഓക്സിഡേഷൻ ഓഫ് പ്രൈമറി ആൽക്കഹോൾ അല്ലെ? പുറത്തു വെക്കുക. ഓക്സിഡേഷൻ ഓഫ് പ്രൈമറി ആൽക്കഹോൾ റിയേജന്റ് ഏതായിരുന്നു? നിങ്ങൾക്ക് ഇപ്പൊ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് ഇന്ന് ചോദിക്കും. അതുകൊണ്ട് ഇപ്പൊ തന്നെ മനസ്സിലൊന്ന് പറഞ്ഞു നോക്കും. കുറച്ചെങ്കിലും പഠിച്ചു നോക്ക് കേട്ടോ. ഏതായിരുന്നു റിയേജന്റ്? PCC പിരിഡിനം ക്ലോറോക്രോമേറ്റ് ഓർ CrO3 അല്ലെ? ഓർത്ത് വെക്കുക. KMnO4 എന്ന് വെച്ചാൽ കാർബോക്സിലിക് ആസിഡ് ആവും. അതിന്റെ ഫസ്റ്റ് പ്രിപ്പറേഷൻ ആണ് കേട്ടോ. ഓർത്ത് വെക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെക്കൻഡറി ആൽക്കഹോളിനെ ഓക്സിഡേഷൻ ചെയ്ത കീറ്റോൺ. ഒരു വേറെ റിയേജന്റ് പഠിപ്പിച്ചിട്ടുണ്ട്, കോപ്പർ ആൻഡ് 573. അതാണ് സെക്കൻഡ് ഹെഡിങ്, ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ. തേർഡ് നമ്മൾ ഓസോണലൈസിസ് റിയാക്ഷൻ. ഫോർത്ത് എന്തായിരുന്നു? ഫോർത്ത് അതില് ഓസോണലൈസിസ് കഴിഞ്ഞിട്ട് പഠിപ്പിച്ച എന്തായിരുന്നു? ആൽക്കൈൻ ടു ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. ഇത്തൈന HgSO4 ആൻഡ് H2SO4 കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇത്തൈന എത്തനാൽ അല്ലെ? ഓർത്ത് നോക്കാം. അപ്പൊ ടെക്സ്റ്റ് ബുക്കില് ഈ 4 ആണ് ആൽഡിഹൈഡിന്റെ ഓർ കീറ്റോണിന്റെയും ജനറൽ ആയിട്ട് പ്രീവിയസ് ചാപ്റ്റർ ഓർ പ്രീവിയസ് ഇയർ 11 പഠിച്ച് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? നെക്സ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ ഓർത്ത് നോക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കിയത് പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ് ആയിരുന്നു. പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്. പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡില് ഫസ്റ്റ് നമ്മൾ മെയിൻ ഹെഡിങ് ആയിട്ട് പഠിപ്പിച്ചത് എന്തായിരുന്നു? റോസൻമോണ്ട് റിഡക്ഷൻ. സെക്കൻഡ് എന്തായിരുന്നു? സ്റ്റീഫൻ റിയാക്ഷൻ. തേർഡ് എറ്റാർഡ്. ഫോർത്ത് ഗട്ടർമാൻ കോച്ച് കേട്ടോ. ഓർത്ത് നോക്കാം. അതിന്റെ എല്ലാം എനിക്ക് കിട്ടുമോ സെൽഫായിട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക കേട്ടോ. ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഈ ചാപ്റ്റർ ടോട്ടാലിറ്റി നമുക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഏതൊക്കെയായിരുന്നു പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡിൽ ജനറലി പേര് ഇപ്പോ കേട്ടോ ആദ്യമായിട്ട് കേൾക്കുന്ന ആളായാലും പേരുകളൊന്ന് ഓർത്ത് വെക്കാൻ നോക്കാം. ദെൻ നമ്മൾ ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ് അതിന്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഇന്ന് എടുക്കാനായിട്ടുള്ളത്. പക്ഷെ അതുവരെയുള്ളത് ഇവർക്ക് വീട്ടിൽ പറഞ്ഞ് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളത് പറയാം കേട്ടോ. ഓർത്ത് വെക്കാം. കുറച്ച് വിവരമൊക്കെ നമുക്ക് പറയും കേട്ടോ. അപ്പോ ഓർത്ത് വെക്കാം. ദെൻ ഈ 4 നെയിം കേട്ടോ ഓർത്ത് വെക്കാം. എന്തൊക്കെയാണ് ഏറ്റവും ലാസ്റ്റ് ഇപ്പൊ പറഞ്ഞു? റോസൻമോണ്ട് പേര് പറഞ്ഞാൽ മതി. സ്റ്റീഫൻ, എറ്റാർഡ്, ഗട്ടർമാൻ കോച്ച് അല്ലെ? ഓർത്ത് വെക്കാം. ദെൻ അടുത്ത ആളും പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞാൽ
എറ്റാഡ് ഗിറ്റർമാൻ കോച്ച്. പഠിക്കുമ്പോൾ ക്ലസ്റ്റേഴ്സ് ആയിട്ട് പഠിക്കണം കേട്ടോ. ഓർത്ത് നോക്കുക, പിക്ക് ചെയ്ത് പോകും കേട്ടോ. ഓർത്ത് നോക്കുക, നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഇത് ഞാൻ വായിച്ചിട്ടില്ല, ഇതെനിക്ക് അടുത്ത എക്സാമിനില്ല, ഞാൻ പഠിക്കുന്നില്ല, അങ്ങനെ മസിൽ പിടിച്ചിരിക്കരുത്. ആ സമയത്ത് തന്നെ ക്യാച്ച് ചെയ്യാൻ നോക്കുക. പറഞ്ഞു ഗിറ്റർമാൻ കോച്ച് കേട്ടോ. എല്ലാവരോടും ചോദിക്കും കേട്ടോ. ഓർത്ത് നോക്കാം. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് പ്രിപ്പറേഷൻ ഓഫ് കീറ്റോൺ ആണ്. പ്രിപ്പറേഷൻ ഓഫ് കീറ്റോണില് 3 ഹെഡിങ്സ് ഉണ്ട്. 3 ഹെഡിങ്സ് ഏതൊക്കെയായിരുന്നു? പ്രിപ്പറേഷൻ ഓഫ് കീറ്റോണില് 3 ഹെഡിങ്. ഇഗ്നാഷ് എന്ന് പറഞ്ഞ് ഓൺലൈനിൽ വീഡിയോ ഓണാക്കി. സെബിൻ, സൗരഭിന് പനിയായതുകൊണ്ടാണ് സൗരഭ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി രണ്ടുപേരും കേട്ടോ ഓണാക്കണം. കീറ്റോണിന്റെ പ്രിപ്പറേഷൻ 3 ആണ് കേട്ടോ. ഓർത്ത് നോക്കുക. ഏതൊക്കെയായിരുന്നു കീറ്റോണിന്റെ പ്രിപ്പറേഷനിൽ? ഫസ്റ്റ് എന്തായിരുന്നു? ഡൈ ആൽക്കൈൽ കാഡ്മിയം ട്രീറ്റഡ് വിത്ത് അസൈൽ ഹാലൈഡ് കേട്ടോ. ഓർത്ത് നോക്കുക. ടെക്സ്റ്റ് ബുക്ക് ഹെഡിങ് ഫ്രം അസൈൽ ഹാലൈഡ് എന്നാണ്. ഓർത്ത് നോക്കുക. ഡൈ ആൽക്കൈൽ കാഡ്മിയം R2CD റിയാക്ട് വിത്ത് RCOCl. ഓർത്ത് നോക്കുക. അതാണ് കീറ്റോണിന്റെ ഫസ്റ്റ്. സെക്കൻഡ് എന്തായിരുന്നു? സയനൈഡ് റിയാക്ട് വിത്ത് ഗ്രിഗിനാൾ റിയേജന്റ് ടു ഫോം കീറ്റോൺ. തേർഡ് എന്തായിരുന്നു? തേർഡ് ഫ്രം ബെൻസിൻ എന്ന് പറയുമ്പോൾ എന്താ? ഫ്രീഡം ക്രാഫ്റ്റ് അസൈലേഷൻ കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പോൾ 4 + 3 എത്രയായി? 7. അത്രയാണ് നമുക്ക് കീറ്റോൺ ആൻഡ് ആൽഡിഹൈഡ് പ്രിപ്പറേഷൻ. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് എന്തായിരുന്നു? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ അല്ലേ? ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ ഒരു വേർഡ് ഓർത്ത് നോക്കാൻ പറഞ്ഞു. ഒറ്റ വേർഡ് എന്തായിരുന്നു? ആൽഡിഹൈഡിന് ഡാഷ് വാൻ ഡെർ വാൾ ഫോഴ്സ്, കീറ്റോണിന് ഡാഷ് വാൻ ഡെർ വാൾ ഫോഴ്സ്, ഡൈപോൾ. അപ്പൊ ആൽക്കഹോളിനെക്കാളും ബോയിലിംഗ് പോയിന്റ് ലെസ് ആണ്. ക്വസ്റ്റ്യൻ വരും എത്തനാൽ ആൻഡ് എത്തനോൾ വിച്ച് ഈസ് ഹയർ ബോയിലിംഗ് പോയിന്റ് ആൻഡ് വൈ? അപ്പോൾ എത്തനാൽ എക്സിബിറ്റ് ഡൈപോൾ വാൻ ഡെർ വാൾ ഫോഴ്സ്. സോ എന്തായിരിക്കും? ബോയിലിംഗ് പോയിന്റ് ലെസ് ആയിരിക്കും. ആൽക്കഹോളിന് എന്താണ്? ഹൈഡ്രജൻ ബോണ്ട് വരും കേട്ടോ. ഓർത്ത് നോക്കാം. നെക്സ്റ്റ് അടുത്ത ഹെഡിങ് വരുന്നത് എന്തായിരുന്നു? കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ. ഫസ്റ്റ് ഹെഡിങ് ഏതാ? ആൽഡിഹൈഡിന് ഹൈഡ്രജൻ ബോണ്ട് ഇല്ല. എന്തുകൊണ്ടാണ് ഹൈഡ്രജൻ ബോണ്ട് ഇല്ലാത്ത? ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? RC ഡബിൾ ബോണ്ടോ H. What do you mean ഹൈഡ്രജൻ ബോണ്ട്? ഹൈഡ്രജൻ ബോണ്ട് ആരാ? ഹൈഡ്രജൻ ബോണ്ട് 3 ആൾക്കാർക്ക് ഉണ്ടാവുള്ളൂ. ഏതൊക്കെയാ? OH, പിന്നെന്താ? NH, പിന്നെന്താ? അല്ലേ? FH എന്ന് പറഞ്ഞാൽ HF എന്നൊക്കെ എഴുതുന്ന അതേ ഐഡിയ തന്നെ. ഈ 3 കാറ്റഗറി ഉണ്ടെങ്കിൽ മാത്രമേ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ ആൽക്കഹോളിന് ഉണ്ടാവാൻ കാരണം എന്താ? ROH. ഇത് ഹൈഡ്രജൻ ബോണ്ട് അല്ല, ഇത് കോവാലൻ ബോണ്ട് ആണ്. പക്ഷെ ഇത് എന്ത് ചെയ്യും എന്ന് നോക്കിക്കോട്ടോ. ഈ ഹൈഡ്രജൻ ഈ ഓക്സിജനെ പോയി അട്രാക്ട് ചെയ്യും. നോക്കാം. ഇതാണ് ഹൈഡ്രജൻ ബോണ്ട്, ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ. പക്ഷെ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് വേണമെങ്കിൽ സ്ട്രോങ്ലി ഹൈലി ഇലക്ട്രോനെഗറ്റീവ് എന്താണ്? ഓക്സിജൻ, നൈട്രജൻ, ഫ്ലൂറിൻ കേട്ടോ. നോക്കാം. അങ്ങനെ വേണം, എങ്കിൽ മാത്രമേ വരുള്ളൂ. ഓക്കെ. അല്ലെങ്കിൽ ഇത് നോക്കി CH4 കുറെ ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടോ? ഇത് കോവാലൻ ബോണ്ട് അല്ലേ? ഇതിനെ എന്താ വിളിക്കുന്നത്? കോവാലൻ ബോണ്ട്. വാട്ട് ഡു യു മീൻ ഹൈഡ്രജൻ ബോണ്ട്? ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ഏതൊക്കെ വേണം? OH, NH, FH. അപ്പൊ ആർക്കൊക്കെ ഉണ്ടാവും ഹൈഡ്രജൻ ബോണ്ട്? CH3COH, RCOH. 3 ആൾക്കാർക്കുള്ളൂ ഹൈഡ്രജൻ ബോണ്ട്. ആർക്കൊക്കെയാ? ഏറ്റവും ഹൈയസ്റ്റ് കേട്ടോ. ഇതിനെന്താ? RCOH അല്ലേ? അടുത്തെന്താ? ROH. അടുത്തെന്താ? RNH2. ഈ 3 കാറ്റഗറിക്ക് മാത്രമാണ്. അപ്പൊ ഏറ്റവും ഹൈയസ്റ്റ് ബോയിലിംഗ് പോയിന്റ് ആർക്കാ? കാർബോക്സിലിക് ആസിഡ്. സെക്കൻഡ് ഹൈയസ്റ്റ് ആൽക്കഹോൾ. തേർഡ് ഹൈയസ്റ്റ് അമീൻ കേട്ടോ. നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സിൽ ഇല്ലാത്ത ആൾക്കാർക്ക് ഓർത്ത് നോക്കുക. 4 ചാപ്റ്ററിലെയും നമ്മൾ ബോയിലിംഗ് പോയിന്റ് ഓർഡറിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓർത്ത് നോക്കുക. അത് വെച്ചിട്ട് എന്ത് വരുള്ളൂ? ബോയിലിംഗ് പോയിന്റ് ക്വസ്റ്റ്യൻസ് വരുള്ളൂ. അവിടെ തീരുകയാണ്. അത് കഴിഞ്ഞ് കെമിക്കൽ പ്രോപ്പർട്ടിയിലെ ഫസ്റ്റ് ഹെഡിങ് എന്തായിരുന്നു? കെമിക്കൽ പ്രോപ്പർട്ടിയിലെ ഫസ്റ്റ് ഹെഡിങ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ. അതിൽ ആദ്യത്തെ എന്തായിരുന്നു? സൈനോഹൈഡ്രേറ്റ്. സെക്കൻഡ് ഹെമി അസറ്റാൽ ആൻഡ് അസറ്റാൽ. പിന്നെന്തായിരുന്നു? കീറ്റാൽ. ദെൻ സോഡിയം ഹൈഡ്രജൻ സൾഫേറ്റ് കേട്ടോ. ഓർത്ത് നോക്കാം. ഇത് കഴിഞ്ഞിട്ട് നൈട്രജൻ ഡെറിവേറ്റീവ്സ്. നൈട്രജൻ ഡെറിവേറ്റീവ്സിൽ ഏതൊക്കെയായിരുന്നു എന്ന് പറഞ്ഞു? ഓക്സിം, ഹൈഡ്രസോൺ, DNP, സെമി കാർബോൺ കേട്ടോ. ഈ ഓർഡറിൽ കേട്ടോ ഓർത്ത് നോക്കാം. പഠിച്ചു വെക്കുക. എല്ലാവരും പഠിച്ചിട്ടുണ്ടെന്ന് അറിയാം അല്ലേ? പറയാമല്ലോ. ഓക്കെ, ഒന്ന് പറഞ്ഞു.
imine, schistous, oxygen, hydrazone, phenylhydrazone, DNP, semicarbon. അല്ലേ കിട്ടും. Then Chris ഒന്ന് പറഞ്ഞു. Imine, schistous, oxygen, hydrazone, phenylhydrazone, DNP, സെമി കാർബോസോൾ. അപ്പൊ നമ്മൾ അന്ന് പഠിച്ചതാണ് അല്ലെ, ഓർത്ത് നോക്കാം. അവിടെ എല്ലാം H2O റിമൂവ് ചെയ്തിട്ട് അത് ജോയിൻ ചെയ്യും. അങ്ങനെ പഠിക്കാവൂ അല്ലെ. H2O റിമൂവ് ചെയ്തിട്ട് അവര് ജോയിൻ ചെയ്യും. പിന്നെ മെയിൻ ആയിട്ട് വരുന്ന അടുത്ത ഹെഡിങ്സ് എന്ന് പറയുന്നത് ഓക്സിഡേഷൻ. അതിന്റെ അണ്ടറിൽ വരുന്നതാണ് എന്താണ് 3 ഇമ്പോർട്ടന്റ് ടെസ്റ്റ്, 3 ഇമ്പോർട്ടന്റ് ടെസ്റ്റ്. ഏതൊക്കെയായിരുന്നു? ആദ്യം ടോളറൻസ്, ഫെയിലിങ്സ്, ദെൻ നെക്സ്റ്റ് എന്താ അയോഡോഫോൺ ടെസ്റ്റ് അല്ലെ, ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ്. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് നെയിമിംഗ് റിയാക്ഷൻ ആണ് ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. ക്ലെമൻസൺ റിഡക്ഷൻ, വൂൾഫ് കിഷ്ണർ റിഡക്ഷൻ അല്ലെ. അത് കഴിഞ്ഞാൽ ആൽഡോൾ കണ്ടൻസേഷൻ, ദെൻ കാനിസാരോ റിയാക്ഷൻ. ഇത്രയേ ഉള്ളൂ ആന്റികേറ്റ് ആന്റികേറ്റ് അല്ലെ പഠിക്കുമ്പോൾ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞിട്ടാണ് അടുത്ത ലെവൽ. ഇത് ഓർഡറിൽ പഠിച്ചത് മാർക്കാവുക. അത് ആവണമെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കണ്ടമാനം ക്വസ്റ്റ്യൻസ് ചെയ്യണം കേട്ടോ. നോക്കുക എന്നാലാവുള്ളൂ. ഇത് കഴിഞ്ഞ് കാർബോക്സിലിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ 6 എണ്ണം ഉണ്ടായിരുന്നു. നെക്സ്റ്റ് എന്തായിരുന്നു? 6. ഞാൻ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് 2 ഐഡിയ പറഞ്ഞു. 2 എണ്ണം ഫസ്റ്റ് 2 എന്തായിരുന്നു? ഓക്സിഡേഷൻ. നെക്സ്റ്റ് 3 ഹൈഡ്രോലിസിസ്. പിന്നെ ഒരെണ്ണം എന്താണ്? ഗ്രീൻ ആൽക്കൈഡ് കേട്ടോ. ഓർത്ത് നോക്കാം. ഫസ്റ്റ് 2 എന്തായിരുന്നു? ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾ അല്ലെ. റിയേജന്റ് ഏതൊക്കെയായിരുന്നു? KMnO4, KOH, ജോൺസ് റിയേജന്റ് CrO3 അല്ലെ, അതൊക്കെ പറഞ്ഞു. ദെൻ നെക്സ്റ്റ് എന്തായിരുന്നു? ആൽക്കൈൽ ബെൻസീൻ. അത് കഴിഞ്ഞിട്ട് ഹൈഡ്രോലിസിസ് ഓഫ് നൈട്രൈൽ. പിന്നെ എന്തൊക്കെയായിരുന്നു? സയനൈഡ്, എസ്റ്റർ. അമൈഡ് അതിന്റെ ഉള്ളിൽ വരുന്നതാണ്. CL ഹെഡിങ് ഒറ്റ ഹെഡിങ് ആയിട്ട് എടുത്തത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഗ്രിഗിനോൾ റിയാക്ട് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് കഴിഞ്ഞ് നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടി എഴുതി കേട്ടോ. ഇനി ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇത്രയും ഈ ചാപ്റ്റർ കണ്ടന്റ് ആയിരുന്നു. ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹെഡിങ് എഴുതി വെച്ച് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് കാർബോക്സിലിക് ആസിഡ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് കാർബോക്സിലിക് ആസിഡ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് കാർബോക്സിലിക് ആസിഡ്. ആത്മാ വീഡിയോ ഓൺ ആക്കണം കേട്ടോ. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് കാർബോക്സിലിക് ആസിഡ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് കാർബോക്സിലിക് ആസിഡ് ഫസ്റ്റ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത് മെയിൻ ആയിട്ട് ഒരു അൺഹൈഡ്രൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിന്റെ ഫോർമേഷൻ ആണ് കേട്ടോ. ഓർത്ത് നോക്കാം. അൺഹൈഡ്രൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിന്റെ ഫോർമേഷൻ ആണ് ഏറ്റവും ആദ്യം കിടക്കുന്നത്. അത് ഇന്നേ വരെ ബോർഡ് എക്സാമിൽ ഇന്നേ വരെ ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ആക്ച്വലി. ഒന്ന് ഓർത്ത് നോക്കാം. അപ്പോൾ നമ്മൾ എന്തായാലും എഴുതണം ഹെഡിങ് ആയതുകൊണ്ട്. സെക്കൻഡ് വരുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് കാർബോക്സിലിക് ആസിഡിലേക്ക് നമ്മൾ SOCl2 ഇട്ട് കഴിഞ്ഞാൽ അത് ആദ്യമായിട്ട് പഠിച്ച എവിടെയെന്ന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഹാലോ ആൽക്കൈലില് ഫസ്റ്റ് എന്തായിരുന്നു? ഫ്രം ആൽക്കഹോൾ അല്ലെ, ഫ്രം ആൽക്കഹോൾ. അതേ ഐഡിയ തന്നെ. അവിടെ എന്താ സംഭവിച്ചപ്പോ OH പോയിട്ട് ഇവിടെ അങ്ങനെയാണ്. RCOH അല്ലേ, ഇവിടെ നിന്ന് OH പോയിട്ട് അവിടെ എന്ത് വരും? Cl വരും. അപ്പൊ അവിടെ ഇടുന്ന അതേ റീജിയൻ PCl5 ഇട്ട് എന്ത് പറ്റും? OH പോയിട്ട് അവിടെ Cl വരും. അതേ ഐഡിയ തന്നെ ഓർത്ത് വെച്ചാൽ മതി. അതാണ് നമ്മൾ പിന്നെ പഠിക്കുന്നത്. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് അമോണിയ ആഡ് ചെയ്യുന്ന ഒരു റിയാക്ഷൻസ് ആണ് ആക്ച്വലി വരുന്നത്. കാർബോക്സിലിക് ആസിഡിലേക്ക് അമോണിയ. അവിടെ വരുന്ന സമയത്ത് അമൈഡ് ഫോം ചെയ്യും. എന്താ ഫോം ചെയ്യുന്നത്? അമൈഡ് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ അങ്ങനെയുള്ള ഇക്വേഷൻസുകളാണ് പിന്നെ വരുന്നത്. പിന്നെയുള്ള ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ. എന്തായിരുന്നു ഡീകാർബോക്സിലേഷൻ? ഡീകാർബോക്സിലേഷൻ 11th പഠിച്ചിട്ടുണ്ട്. സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. ഏതൊക്കെ ഇടുക? കാർബോക്സിലിക് ആസിഡ് NaCO. NaCO വേറെ പേരെന്തായിരുന്നു ഓർമ്മയുണ്ടോ? സോഡാലൈൻ കേട്ടോ. ഓർത്ത് നോക്കാം. NaCO സോഡാലൈൻ. അപ്പൊ സോഡാലൈൻ ഇടുമ്പോ എന്ത് പറ്റും? ആ COH COO പോവും, CO2 പോവും. എന്നിട്ട് അത് കറസ്പോണ്ടിങ് എന്തായി മാറും? ആൽക്കീൻ ആയി മാറും. കറസ്പോണ്ടിങ് ആൽക്കീൻ കേട്ടോ. ഓർത്ത് നോക്കാം. പിന്നെ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന ഒരു റിയാക്ഷൻ ഉണ്ട്. ആ റിയാക്ഷൻ ആണ് HVZ റിയാക്ഷൻ. ഹെൽ വോൾഹാർഡ് സെലിൻസ്കി റിയാക്ഷൻ. പേരൊക്കെ വലുതാണുള്ളൂ. ഭയങ്കര സിമ്പിൾ റിയാക്ഷൻ ആണ്. അവിടെ ഒരു H പോയിട്ട് ഇവിടുത്തെ ഒരു H പോകും. ആൽഫ ഹൈഡ്രജൻ മാറിയിട്ട് അവിടെ ഒരു ക്ലോറിൻ വരും. റെഡ് ഫോസ്ഫറസ് ആൻഡ് H2 ഇടുമ്പോൾ കേട്ടോ. ഓർത്ത് നോക്കാം. കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഉള്ളൂ. നമുക്കത് പെട്ടെന്നൊക്കെ എഴുതി ക്ലിയർ ചെയ്ത് വരാം കേട്ടോ. ഓർത്ത് നോക്കാം. എല്ലാവരും ഹെഡിങ് ഒക്കെ എഴുതി വെക്കാം. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് കാർബോക്സിലിക് ആസിഡ്. അതിൽ ഫസ്റ്റ്
അതിൽ നമ്മൾ അസിഡിറ്റി എടുത്തിട്ടുണ്ടായില്ല അല്ലേ? ഓക്കെ ഓക്കെ, അസിഡിറ്റി എടുക്കാനുണ്ട് കേട്ടോ. ഓക്കെ, ഹെഡിങ് എഴുതി നോക്കുക. അസിഡിറ്റി എടുത്തിട്ടില്ലല്ലോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടി റെയിൽ എഴുതുള്ളൂ. കെമിക്കൽ പ്രോപ്പർട്ടിയിൽ ഫസ്റ്റ് ഹെഡിങ് ഉണ്ട് അസിഡിറ്റി കേട്ടോ. ഓർത്ത് നോക്കാം, അസിഡിറ്റി ഓഫ് കാർബോക്സിലിക് ആസിഡ്, അസിഡിറ്റി ഓഫ് കാർബോക്സിലിക് ആസിഡ്. ആ, കെമിക്കൽ പ്രോപ്പർട്ടിയിലെ ഫസ്റ്റ് ഹെഡിങ് ആണ് കേട്ടോ, അസിഡിറ്റി ഓഫ് കാർബോക്സിലിക് ആസിഡ്, അസിഡിറ്റി ഓഫ് കാർബോക്സിലിക് ആസിഡ്. അത് നമുക്ക് കുറച്ച് ഏരിയാസ് ഉണ്ട്. ഫസ്റ്റ് പോയിന്റ് എഴുതി വെച്ചു കേട്ടോ. The carboxylic acid, like alcohol, the carboxylic acids like alcohols evolve hydrogen with electropositive metals and form salt with alkalis similar to phenols. Alkalis similar to phenols. കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇവോൾവ് ചെയ്യുന്ന എന്താ? ഹൈഡ്രജൻ. അതൊന്നും അണ്ടർലൈൻ ചെയ്യുക, ഹൈഡ്രജൻ മാത്രം അണ്ടർലൈൻ ചെയ്യും. നമ്മൾ ആൽക്കഹോളിന്റെ റിയാക്ഷൻ പഠിച്ച സമയത്തും അസിഡിറ്റി പ്രൂവൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽ ടു പ്രൊഡ്യൂസ് കറസ്പോണ്ടിങ് സോൾട്ട് പ്ലസ് പണ്ട് 10th പഠിച്ചിരിക്കുന്ന കാര്യമാണ്. ആസിഡ് റിയാക്ട് വിത്ത് ഹൈഡ്രജൻ ഗ്യാസ് അല്ലെ? ആസിഡ് റിയാക്ട് വിത്ത്, ആസിഡ് എന്ന് പറയുമ്പോൾ എന്താ? RCOOH, കാർബോക്സിലിക് ആസിഡ് ആണ്. അതിലേക്ക് മെറ്റൽ, സോഡിയം പോലെയുള്ള കുറച്ച് റിയാക്റ്റീവ് മെറ്റൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ ഹൈഡ്രജൻ അത് റീപ്ലേസ് ചെയ്യും. അപ്പൊ എന്ത് വരും? RCOONA പ്ലസ് H2 കേട്ടോ. H2 ഗ്യാസ് ആയിട്ട് അവിടെ നിന്ന് പോയി കേട്ടോ, ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് അവിടെ RCOONA plus H2. Then second RCOOH plus NaOH. NaOH എന്തായിരുന്നു പണ്ട് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ? ബേസ്. അപ്പോൾ ആസിഡ് പ്ലസ് ബേസ് ഗീവ്സ് പണ്ട് പഠിച്ച സോൾട്ട് പ്ലസ് വാട്ടർ. സോൾട്ട് പ്ലസ് വാട്ടർ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ അല്ലേ? ഇതാണ് സോൾട്ട്. RCOONA plus H2. ഈ റിയാക്ഷൻ പണ്ട് പഠിച്ചിട്ടൊക്കെ ഉണ്ട്, ഓർമ്മയുണ്ടോ? 10th പഠിപ്പിച്ചപ്പോ ഇതിനാ നമ്മള് പറയുമല്ലോ, എസ്റ്ററിഫിക്കേഷന്റെ മുമ്പ് ഒരു സാപ്പോണിഫിക്കേഷൻ ഒക്കെ പഠിപ്പിച്ചില്ലേ അല്ലെ? അത് എസ്റ്ററിലേക്ക് NaOH ആഡ് ചെയ്യുമ്പോൾ RCO തന്നെ ഉണ്ടാവും അല്ലെ? സോപ്പിന് ഈക്വലന്റ് ആണ് കേട്ടോ. ഓർത്ത് നോക്കുക. അതേ സോപ്പ് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോ കേട്ടോ. ഇത് സോപ്പിന്റെ ലാസ്റ്റ് ആണ്. സോപ്പിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? മറന്നുപോയോ? സോഡിയം ഓർ പൊട്ടാസ്യം സോൾട്ട് ഓഫ് ലോങ് ചെയിൻ കാർബോക്സിലിക് ആസിഡ്. സോപ്പ് കണ്ടില്ലെങ്കിൽ കണ്ടോ? C17H34COONA. ബേസിക് ഇത്രയെങ്കിലും വേണം കേട്ടോ. ഓർത്ത് നോക്കാം. ആറിന് പകരം ഇത് കൊടുത്താൽ മതി അല്ലേ? ഇത് നിങ്ങൾ ആദ്യമായിട്ട് 10th പഠിക്കുമ്പോൾ ഈ ഒരു ഫോർമുല പഠിക്കുന്ന സമയത്ത് അങ്ങനെയാണ്. ഇതിന്റെ ഐപാക് നെയിം എന്താ? സോഡിയം അല്ലേ? എന്തായിരുന്നു ആക്ച്വലി? OAT കൊടുക്കണം. അപ്പൊ 2 കാർബൺ ആണെങ്കിൽ എന്താ പറയും? എത്തനോയേറ്റ്. ഇവിടെ ഓർത്ത് നോക്കുക. അങ്ങനെയൊക്കെ വരുന്ന കോമ്പൗണ്ടുകളാണ്. ഇനി ഈ ഇക്വേഷൻ രണ്ടും എഴുതിയത് ഇതിന് അസിഡിറ്റി ഉണ്ടെന്ന് പ്രൂവൻ ചെയ്യുന്നതാണ്. അസിഡിറ്റി ഉണ്ട് എന്ന് നമുക്ക് പ്രൂവൻ ചെയ്യുന്നതാണ് ഈ രണ്ട് ഇക്വേഷൻ. അപ്പൊ ഈ ഇക്വേഷന്റെ പർപ്പസ് എന്താ? കാർബോക്സിലിക് ആസിഡ് അസിഡിക് എക്സ്പ്ലെയിൻ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ദിസ് കാർബോക്സിലിക് ആസിഡ് റിയാക്ട് വിത്ത് സോഡിയം ടു ഫോം എന്താണ്? സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. കേട്ടോ ഓർത്ത് നോക്കുക. സെക്കൻഡ് പോയിന്റ് എഴുതുക കേട്ടോ. അടുത്ത പോയിന്റ് നെക്സ്റ്റ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഈ ടോപ്പിക്കിൽ. Carboxylic acid dissociate in water. Carboxylic acid dissociate in water to give carboxylic acid dissociate in water to give resonance stabilized carboxylate anion.
resonance stabilized carboxylate anion and hydronium ion Resonance stabilized. റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. കാർബോക്സിലിക് ആസിഡ് dissociate in water to give resonance stabilized carboxylate anion. Resonance stabilized carboxylate anion and hydronium ion. Resonance stabilized carboxylate anion and hydronium ion. Hydronium ion. കാർബോക്സിലിക് ആസിഡിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ R C ഡബിൾ ബോണ്ട് O OH. ഇതിലേക്ക് വാട്ടർ ആഡ് ചെയ്യും. ഇങ്ങനെ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? H2 ആഡ് ചെയ്യുമ്പോൾ ഈ H ഇതുമായിട്ട് ജോയിൻ ചെയ്യും. അപ്പോൾ എന്തൊക്കെ ഫോം ചെയ്യും? ഈ H കൂടി ജോയിൻ ചെയ്താൽ എത്ര H ആവും? ഹൈഡ്രോണിയം അല്ലേ? ഓർക്കുക H3O+. റിമൈനിങ് ആയിട്ടുള്ള ആൾക്ക് എന്ത് സംഭവിക്കും? അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. എന്ത് പറ്റും? ഇവിടെ നിന്ന് H പോകുമ്പോൾ അല്ലെ വാലൻസിയിലെ വ്യത്യാസം വരും. ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഡൊണേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ ഇത് എന്താകും? നെഗറ്റീവ്. ഇതെന്താകും? പോസിറ്റീവ് അല്ലെ? ഇതേ പോസിറ്റീവ് നോക്കാം. ഹൈഡ്രജൻ എന്ത് ചെയ്ത് ഇലക്ട്രോൺ അല്ലെ കൊടുത്തു. ഇത് ഗെയിൻ ചെയ്ത എന്തൊരു നെഗറ്റീവ്. ഹൈഡ്രജൻ ഡൊണേറ്റ് ചെയ്യും. എന്തുകൊണ്ടാണ് ആസിഡ് മേത്ത് വീഴുമ്പോൾ കൊള്ളണം? വെള്ളം ഒഴിച്ചാൽ വീഴില്ല. എന്തുകൊണ്ടാണ്? ഹൈഡ്രജൻ ആകെ കൂടി ഒരു ഇലക്ട്രോൺ ഉണ്ടായുള്ളൂ. അതെന്ത് ചെയ്തു? ഡൊണേറ്റ് ചെയ്താൽ എടുത്തുകൊണ്ട് പോയി പിടിച്ചുകൊണ്ട് പോകുന്നതാണ്. പിന്നെ എന്ത് ചെയ്യും? അത് പാനിക്കാവും. ഓർത്തോക്ക ഇയാൾ പോയി ഒരു ഡെസേർട്ടിലാണ് ജീവിക്കണേ. ആയക്കൂടി ഒരു കുപ്പി വെള്ളമായിട്ട് ജീവിക്കുകയാണ്. അത് ഇവൻ എടുത്തുകൊണ്ട് പോയി. പിന്നെ എന്ത് പറ്റും? പിന്നെ എന്ത് ചെയ്യും? ഇയാൾ ശക്തനായതുകൊണ്ട് എടുത്തുകൊണ്ട് പോയി. പിന്നെ കാണുന്ന എവിടെ നിന്ന് കിട്ടുന്ന എവിടെ നിന്നായാലും എന്ത് ചെയ്യും? വാങ്ങിക്കും. അതുപോലെയാണ് ഹൈഡ്രജൻ നമ്മുടെ മേത്ത് വീഴുമ്പോൾ എന്താണ് പൊള്ളുന്നതിന്റെ റീസൺ? ആ സ്കിന്ന് അല്ലെ? സ്കിൻ എന്ന് പറയുന്നത് എന്താ? കമ്പാരിറ്റീവ്ലി എന്താ അല്ലെ? സോഫ്റ്റ് ആൻഡ് എന്താണ് ആക്ച്വലി റിജിഡിറ്റി ഇല്ലാതെ നിൽക്കുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് എടുക്കുമ്പോൾ സ്കിന്നൊക്കെ കരിഞ്ഞു പോകും. അതിന് ഹാപ്പിയാവും. ഹൈഡ്രജന് ഒരു ഇലക്ട്രോൺസ് കിട്ടും. അൺസ്റ്റേബിൾ ആവും. H2O എന്തുകൊണ്ട് വാട്ടറെ നമുക്ക് കാണാൻ പറ്റുന്നത്? അത് ഹൈലി സ്റ്റേബിൾ ആണ്. സ്റ്റെബിലിറ്റി ഉള്ള എല്ലാം കാണാൻ പറ്റും. എന്താണ് നമുക്ക് സിയിൽ ചെക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് എന്താ? അല്ല ടേസ്റ്റ് എന്താ? സോൾട്ട് ആണ് അല്ലെ? സോൾട്ട് ന്യൂട്രൽ ആവാൻ കാരണം എന്താ? അത് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഫോർമാറ്റിൽ നിൽക്കുന്നുണ്ട്. ഓർത്ത് നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഈ H ഇതിലേക്ക് പോകും. H3O+ ആയി. റിമൈനിങ് എന്ത് വരും? റിമൈനിങ് R C ഡബിൾ ബോണ്ട് O. ഇവിടെ ഒരു നെഗറ്റീവ് വരും. നെഗറ്റീവ് ഇത് റെസൊണൻസ് ആണ്. കുറച്ച് കഴിയുമ്പോൾ ഇത് എന്ത് ചെയ്യും? R C സിംഗിൾ ബോണ്ടോ ഓർത്ത് നോക്കാം. ഈ ഡബിൾ ബോണ്ട് ഇവിടെ ഒരു നെഗറ്റീവ് വരും. ഓർത്ത് നോക്കാം. നെഗറ്റീവ്. അപ്പോൾ ഈ നെഗറ്റീവ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. എന്തിനെങ്ങനെ നെഗറ്റീവ് ചേഞ്ച് ചെയ്യുന്നത്? സ്റ്റെബിലിറ്റി. അതാണ് ആദ്യം വരേണ്ടത് കേട്ടോ. എന്തിനാ ചേഞ്ച് ചെയ്യുന്നത്? സ്റ്റെബിലിറ്റി. എന്തുകൊണ്ട് സ്റ്റേബിൾ ആവുന്നു അല്ലെ? നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി വരുന്ന സമയത്ത്. പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഓർത്ത് നോക്കാം. സ്റ്റേബിൾ ആവുന്നത് ഇവിടെ നോക്കിയാൽ ഓക്സിജൻ ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ കിട്ടി എങ്കിൽ അല്ലെ? നിങ്ങളൊക്കെ ചെറിയ കുഞ്ഞു വാവളാണെന്ന് കരുതാം. എൻ്റെ ചോക്ലേറ്റ് നിൽക്കുന്നു അല്ലെ? ചെറിയ വാവളാണെന്ന് കരുതാം കേട്ടോ. ഓർത്ത് നോക്കാം. 3 ഇയർ ഉള്ള ആൾക്കാരാണ്. ചോക്ലേറ്റ് ഇങ്ങനെ പിടിക്കലും കാണുള്ളൂ അല്ലെ? എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ദൈവന് കൊടുക്കും അല്ലെ? അപ്പൊ അടുത്ത ആൾക്കാർ എല്ലാവരും കൂടി ഇയാളുടെ മേത്തോട്ട് വരും അല്ലെ? ഓർത്ത് നോക്കാം. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? എനിക്ക് തരും. എനിക്ക് അയാൾ തരണം എന്താ? അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി അവരെ കുത്തിപ്പറിച്ച് തിന്നും അല്ലെ? ഓർത്ത് നോക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യും? എനിക്ക് തരും. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനെന്താ വിളിക്കാം? ആ വേർഡിനെ ഇങ്ങനെ മാറ്റുന്നതിന് എന്താ വിളിക്കുക? ഡീലൊക്കലൈസേഷൻ. ലൊക്കേഷൻ മാറും. അതിനെയാണ് റെസൊണൻസ്. അപ്പൊ നിങ്ങൾ ഒരു ഒതന്റിക് ആയിട്ട് പറയുന്ന ആൾക്കാർ എന്ത് പറയും? ഡീലൊക്കലൈസേഷൻ ഓഫ് ദി കാർബോക്സിലേറ്റ് അയോൺ, therefore stability also increases. This is known as resonance stabilization. ആ വേർഡ് ഉപയോഗിക്കുക. കുറെ സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റും. ഫിനോളിൽ ഉപയോഗിക്കാം ഡീലൊക്കലൈസേഷൻ. ദെൻ ബെൻസീൻ വരുന്ന എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പൊ കുറെ വേർഡുകളും കുറെ കാര്യങ്ങളും ഒതന്റിക് ആയിട്ട് നല്ല രസമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് കോമൺ ആയിട്ട് പഠിച്ചു വെച്ചാൽ ഉപകാരമാണ് ആക്ച്വലി. അപ്പൊ ഇതിന് എന്തുകൊണ്ടാണ് സ്റ്റെബിലിറ്റി ആവുന്നത്? റെസൊണൻസ്. ഒറ്റ വേർഡിൽ പറഞ്ഞ അല്ലെ? റെസൊണൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡീലൊക്കലൈസേഷൻ ഓഫ് ദി ഇലക്ട്രോൺസ്. therefore resonance stability.
അപ്പൊ ഇതിന് സ്റ്റേബിൾ ആണെങ്കിൽ അല്ലെ ഈ എച്ച് പോയി കഴിഞ്ഞാലും അതെന്തായിരിക്കും കുഴപ്പമില്ല. അതുകൊണ്ട് എന്താണ് കാർബോക്സിലിക് ആസിഡ് എന്തായിരിക്കും മോർ അസിഡിക് ആവും. കാർബോക്സിലിക് ആസിഡ് മോർ അസിഡിക് ആവുന്നതിന്റെ റീസൺ എന്താ? ഇത് സ്റ്റേബിൾ ആണ്. ഇത് സ്റ്റേബിൾ ആണ്. എച്ച് പോയിട്ട് കുഴപ്പമുണ്ടോ ഇതിന്? അപ്പൊ എന്താവും? ഇത് സ്റ്റേബിൾ ആണ്. എച്ചിന് ഈസി ആയിട്ട് റിലീസ് ചെയ്യും. ഇപ്പൊ CH4 CH4 എന്ന് പറയുമ്പോ CH4ന് 4 ഹൈഡ്രജൻ ഉണ്ട്. ഒരിക്കലും അതിൽ നിന്ന് എച്ച് എന്ത് ചെയ്യില്ല? റിലീസ് ചെയ്യില്ല. എച്ച് റിലീസ് ചെയ്തില്ലെങ്കിൽ അതെന്തല്ല അല്ലെ അസിഡിക് അല്ല. എന്തുകൊണ്ടാ? അത് എച്ചിന് കോവാലന്റ് ബോണ്ട് വിട്ട് സ്ട്രോങ് ആണ്. ഇത് എന്തുകൊണ്ടാ റിലീസ് ചെയ്തേ? ഇതിന് റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഉണ്ട് കേട്ടോ. വേഗം ഒന്ന് എടുത്ത് ഇത് വരച്ചു കേട്ടോ. ഇത് രണ്ടെണ്ണം വരണം കേട്ടോ. ഇതിന്റെ താഴെ ഒരു വേർഡ് എഴുതണം, റെസൊണൻസ് സ്റ്റെബിലൈസ് കാർബോക്സിലേറ്റ് അയോൺ. റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് കാർബോക്സിലേറ്റ്, ഇതിനെ വിളിക്കുന്ന പേരാണ് കേട്ടോ, കാർബോക്സിലേറ്റ് അയോൺ. റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് കാർബോക്സിലേറ്റ് അയോൺ. ഈ ടോപ്പിക്കിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ഫിനോൾ ആൻഡ് കാർബോക്സിലിക് ആസിഡ് വിച്ച് ഈസ് മോർ അസിഡിക് ആൻഡ് വൈ. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? കാർബോക്സിലിക് ആസിഡ് ഈസ് എന്താണ് മോർ അസിഡിക് ഡ്യൂ ടു റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഓഫ് കാർബോക്സിലേറ്റ് അയോൺ എന്ന് ഡി പിക്ചർ വരച്ചു കൊടുക്കും കേട്ടോ. ഓർത്ത് നോക്കാം, അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതാണ് അടുത്ത പോയിന്റ് ആയിട്ട് എഴുതാൻ പോകുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് നെക്സ്റ്റ് ലൈനിൽ എഴുതിക്കോ കേട്ടോ. നെക്സ്റ്റ് ലൈനിൽ നെക്സ്റ്റ് പോയിന്റ് എഴുതുക. കാർബോക്സിലിക് ആസിഡ് higher acidic compared to phenol. ഫിനോൾ കേട്ടോ. ഫിനോൾ ആൽക്കഹോളിന് അസിഡിറ്റി ഭയങ്കര ലെസ് ആണ് കേട്ടോ. നോക്കാം, ഫിനോളിന് എന്താണ് കുറച്ചുകൂടി അസിഡിറ്റി ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ വരുന്നത് കേട്ടോ. നോക്കാം, കാർബോക്സിലിക് ആസിഡ് higher acidic compared to phenol. Full stop. This is due to carboxylate ion is stabilized by two equivalent resonance structure. കണ്ടോ, ഈക്വൽ ആണ്, രണ്ടും ഓക്സിജൻ ആണ് കേട്ടോ. ഓർത്ത് നോക്കുക, two equivalent resonance structure in which the negative charge is at the more electronegative oxygen atom. Negative charge is at the more electronegative oxygen atom. Okay. Full stop. ഇനി ആരുടെ കാര്യം കൂടി പറയണം? ഫിനോളിന്റെ പറയട്ടെ. In case of phenol, a phenoxide ion has non-equivalent resonance structure. Non-equivalent resonance structure in which the negative charge
the negative charge is at the less electronegative carbon atom. Less electronegative carbon atom. Less negative. In which the negative charge is? In which the negative charge is at the less electronegative carbon atom. ഈ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ നിങ്ങൾ പറയേണ്ടി വരുള്ളൂ. ഇതിലെ രണ്ട് വേർഡ് ഒന്ന് കമ്പയർ ചെയ്ത് എഴുതി വെച്ച് ലെസ് electronegative carbon atom. ഇവിടെ നിങ്ങൾ രണ്ട് വേർഡ് അണ്ടർലൈൻ ചെയ്യാം. ഒന്ന് ആദ്യത്തെ കേസിൽ എന്തായിരുന്നു ആക്ച്വലി ഇക്വാലന്റ് റെസൊണൻസ്, രണ്ടാമത്തേൽ എന്തായിരുന്നു നോൺ ഇക്വാലന്റ്. കേട്ടോ ഓർത്ത് നോക്കുക. എന്താണ് അതിന്റെ വേർഡിന്റെ മീനിങ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ഏകദേശം പറയാൻ പറ്റണം. കേട്ടോ ഓർത്ത് നോക്കുക. നമ്മൾ കമ്പാരിസൺ ഇതാണ് കാർബോക്സിലിക് ആസിഡ്, ഇതാണ് ഫിനോൾ. കേട്ടോ ഫിനോളിനെ വേണമെങ്കിൽ വരച്ചു നോക്കാം നിങ്ങൾക്ക്. ഫിനോളില് OH ഈ ചോദ്യം ഉണ്ടാകുന്നതിന്റെ റീസൺ തന്നെ പറയാം. ഇതിലേക്ക് H2 ഇടുന്നു. H2 ഇടുമ്പോൾ നേരത്തെ ഇതുപോലെ തന്നെ H ഇവിടേക്ക് വരുന്നു. ഇതാണ് ഫിനോക്സൈഡ് അയോൺ. ഇതാണ് ഫിനോക്സൈഡ് അയോൺ. O മൈനസ്. ഇതാണ് ഫിനോക്സൈഡ് അയോൺ. എന്താ വരും ഇതില് H3O പ്ലസ് ഉണ്ടോ? രണ്ടിലും H3O പ്ലസ്, രണ്ടും അസിഡിക്കാണ്. പക്ഷെ ഈ ഫിനോക്സൈഡ് അയോണിന്റെ റെസൊണൻസ്, ഈ നെഗറ്റീവ് ചാർജ് അടുത്ത പൊസിഷൻ എവിടേക്കാ പോകുന്നത്? ഫസ്റ്റ് ഇവിടെ പോകും. ഓർത്തോ ആൻഡ് പാര. ഓർത്തോ നോക്കാം. ഇത് താഴേക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ ഓക്സിജൻ ഇവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? ഇത് കണ്ടോ, ഇവിടെ ഓക്സിജൻ ഉണ്ട് അല്ലേ? ഓർത്തോ ഇത് ഇവിടെ നിന്ന് പതുക്കനെ ഇവിടേക്ക് എത്തും നെഗറ്റീവ്. ഓർത്തോ നോക്കാം. ഈ ബോണ്ട് ഇതുപോലെ തന്നെ വരാം. ഉണ്ടോ? അടുത്തത് എന്ത് ചെയ്യും? ഇവിടെ എത്തും. അങ്ങനെ ഓർത്തോ ആൻഡ് പാരയിലേക്കാ പോകുന്നത്. ഇവിടെ ആരാണ് ഈ ജംഗ്ഷനിലുള്ളത്? കാർബൺ ആണല്ലോ. അപ്പൊ റെസൊണൻസ് എവിടേക്കാ വരുന്നത്? ഓക്സിജനും കാർബണും. രണ്ട് ഈക്വലാണോ? അല്ല. ഉണ്ടോ? അപ്പൊ അതാണ് നോൺ ഇക്വാലന്റ് റെസൊണൻസ്. ആർക്ക്? ഫിനോൾ. ഇതിനെന്താ ഇക്വാലന്റ് ആയത്? ഇത് ഓക്സിജൻ, പിന്നെ എവിടേക്കാ പോകുന്നത്? അടുത്ത ഓക്സിജൻ. രണ്ടും എന്താ? ഈക്വൽ ആണ്. കേട്ടോ ഓർത്ത് നോക്കാം. അപ്പൊ ഇതിന്റെ റെസൊണൻസ് കുറച്ചുകൂടി സ്ട്രോങ് ആണ്. അതുകൊണ്ട് ദിസ് ഇസ് ദ മോർ അസിഡിക്. കേട്ടോ ഓർത്ത് നോക്കാം. ആ സ്റ്റേറ്റ്മെന്റ് മീനിങ് മനസ്സിലാവണം കേട്ടോ. ഓക്കെ, ഓർത്ത് നോക്കാം. ക്ലിയർ അല്ലേ? കാർബോക്സിലിക് ആസിഡ് എന്താ? കാർബോക്സിലേറ്റ് അയോൺ കണ്ടെയ്നിങ് ടു ഇക്വാലന്റ് റെസൊണൻസ്. ഫിനോൾ കണ്ടെയ്നിങ് ആ വേർഡ് ഓർത്ത് നോക്കിയേ, നോൺ ഇക്വാലന്റ് റെസൊണൻസ് അല്ലേ? ഓർത്ത് നോക്കാം. അതിൽ എന്തായിരുന്നു ആക്ച്വലി വന്നേക്കുന്നത്? കാർബൺ ആറ്റത്തിലാണ് അല്ലേ പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ് ഓർത്ത് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ അതേ വേർഡ് തന്നെയാണ് എടുത്തു വന്നേക്കുന്നത്. കേട്ടോ ഓർത്ത് നോക്കാം. അതേ വേർഡ് തന്നെ വെക്കാൻ കാരണം ആ വേറെ എക്സ്ട്രാ ഒന്നും വരരുത്. ക്ലിയർ ആയിട്ട് ഓർത്ത് നോക്കാം. ഇത് ഫിനോക്സൈഡ്. ഇതിന്റെ പേരെന്തായിരുന്നു? ഇതിന്റെ പേര് ഇക്വാലന്റ്. അത് എന്താ അയോണ? ഇത് ഫിനോക്സൈഡ് അയോൺ. ഇത് ഇതെന്താ അയോണാണ്? ഇത് ഫിനോക്സൈഡ് അയോൺ. ഈ അയോണിന്റെ പേര് എന്തായിരുന്നു? കാർബോക്സിലേറ്റ് അയോൺ. കേട്ടോ ഓർത്ത് നോക്കാം. നിങ്ങൾ പറയുമ്പോൾ രണ്ട് വേർഡ് ശ്രദ്ധിക്കുക. ഒന്ന് ഫിനോക്സൈഡ് അയോൺ, രണ്ടാമത്തെ എന്തായിരുന്നു? കാർബോക്സിലേറ്റ് അയോൺ. ഇനി ഒറ്റ അടിക്കുമ്പോൾ ഇത് പഠിക്കണം. ഈ സ്റ്റേറ്റ്മെന്റ് അവിടെ നിന്നോട്ടെ. രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. കാർബോക്സിലേറ്റ് അയോൺ കണ്ടെയ്നിങ് ടു ഇക്വാലന്റ് റെസൊണൻസ്. ഫിനോക്സൈഡ് അയോണിൽ എന്തായിരിക്കും? നോൺ ഇക്വാലന്റ്. അത്ര ഓർത്ത് വെച്ചാൽ മതി. അത് അതാണ് കീ എന്ന് പറയുന്നത്. അത് പഠിച്ചിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വായിച്ച് അതിൽ ഫിൽ ചെയ്ത് പോകാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഈ ഗ്രൂപ്പുകളിലേക്ക് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് വന്നാൽ അസിഡിറ്റി ഇൻക്രീസ് ചെയ്യും. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ അസിഡിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് വന്നാൽ അസിഡിറ്റി എന്ത് ചെയ്യും? കുറയും. കേട്ടോ, ഈ സ്റ്റേറ്റ്മെന്റ് ആണ് അടുത്ത് എഴുതാൻ പോകുന്നത് കേട്ടോ. ഓർത്തോട്ടെ. നെക്സ്റ്റ് എഴുതി വരും. അടുത്ത പോയിന്റ് ആയിട്ട് കേട്ടോ. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് EWG എന്ന് ബ്രാക്കറ്റിൽ കൊടുക്കുക, ക്യാപിറ്റൽ EWG. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ബ്രാക്കറ്റിൽ EWG stabilize the carboxylate anion. Stabilize the carboxylate anion. And increase the acidic nature. Electron withdrawing group bracket EWG.
ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ബ്രാക്കറ്റിൽ EWG ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. സ്റ്റെബിലൈസ് ദ കാർബോക്സിലേറ്റ് ആനയോൺ ആൻഡ് ഇൻക്രീസ് ദ അസിഡിക് സ്ട്രെങ്ത്. അപ്പൊ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആരാണെന്ന് നിങ്ങൾക്ക് അറിയോ? ആരൊക്കെയാ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സുകൾ? ആ ക്ലോറിൻ വരും, നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ അല്ലേ. ഇത് ആദ്യമായിട്ട് നിങ്ങൾ പഠിച്ച എവിടെയാണെന്ന് ഓർമ്മയുണ്ടോ? ഇൻഡക്റ്റീവ് എഫക്ട് 11th അല്ലേ. ഇൻഡക്റ്റീവ് എഫക്ട് പോളറൈസേഷൻ ഓഫ് സിഗ്മ ബോണ്ട് കോസ്ഡ് ബൈ ദ പോളറൈസേഷൻ ഓഫ് അഡ്ജസന്റ് സിഗ്മ ബോണ്ട് അങ്ങനെ പറഞ്ഞു. ഓർത്തുക. അങ്ങനെ വരുന്ന സമയത്ത് ഈ NO2 പിന്നെ ആരൊക്കെയാണ്? ഏറ്റവും ആദ്യം ഓർത്തുക NO2. പിന്നെ ഹാലജൻ എന്ന് പറയുമ്പോൾ ഫ്ലോറിൻ ബ്രോമിൻ കേട്ടോ ഓർത്തുക. നെക്സ്റ്റ് ഈ C ഡബിൾ ബോണ്ടോ വരുന്ന ആൾക്കാരെല്ലാം വരും. COH CHO അവരൊക്കെ എന്തായിരിക്കും? ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ് കേട്ടോ ഓർത്തുക. CHO കേട്ടോ ഒന്ന് എഴുതി വെക്കുക. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് NO2. X പറഞ്ഞ ഹാലജൻ ആണ് കേട്ടോ. ഹാലജൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഫ്ലോറിൻ ബ്രോമിൻ കേട്ടോ ഓർത്തുക. ബ്രോമിൻ ഐഡിൻ ഉണ്ട് കേട്ടോ. ഐഡിനും ഉണ്ട് ഞാൻ പറഞ്ഞു. ആന്റിഹൈഡ് ഗ്രൂപ്പ്. കാർബോക്സിലിക് ആസിഡ് ഇവിടെ ഉള്ളതുകൊണ്ട് അത് വേണ്ട പറയാം കേട്ടോ. ഇവരെല്ലാം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ആണ്. ആക്ച്വലി ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇൻക്രീസ് ദ സ്റ്റെബിലിറ്റി ആൻഡ് അസിഡിക് ക്യാരക്ടർ ഓൾസോ ഇൻക്രീസസ്. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് അടുത്ത് എഴുതാൻ പോകുന്നത് കേട്ടോ. നെക്സ്റ്റ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ബ്രാക്കറ്റ് EDG കേട്ടോ ഓർത്തോക. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വിത്തിൻ ബ്രാക്കറ്റ് EDG ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് destabilize the carboxylate anion destabilize the carboxylate anion and decrease the acidic nature ടെക്സ്റ്റ് ബുക്കിൽ ഒരു അസിഡിക് സ്ട്രെങ്ത്തിന്റെ ഓർഡർ ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി വരുന്ന സമയത്ത് ഫ്ലൂറിൻ ഹാലജൻസ് ഒക്കെ വരുന്ന സമയത്ത് അസിഡിക് നേച്ചേഴ്സ് ഒക്കെ വരുന്ന ചേഞ്ചസ് ഉണ്ട് കേട്ടോ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് അതിൽ കൊടുത്തേക്കുന്ന ആൾക്കാരുടെ ഒന്ന് എഴുതി വെച്ചോ. ഇനി ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആരാ? ആൽക്കൈൽ ഗ്രൂപ്പ് കേട്ടോ. ആൽക്കൈൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കേട്ടോ R ഗ്രൂപ്പ് ആണ്. ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് എഴുതി വെക്കും കേട്ടോ. ആൽക്കൈൽ R ഗ്രൂപ്പ്. ഒരു എക്സാമ്പിൾ അവിടെ എഴുതിക്കോ, അല്ലെങ്കിൽ പിന്നീട് മനസ്സിലാവില്ല. ഇത് നോക്കിയേ, CH3 COOH CH3 CH2 COOH ആർക്കായിരിക്കും മോർ അസിഡിക്? ഈ കാർബണില്ലേ, കാർബണിന്റെ ചെയിൻ, ആ ചെയിൻ കൂടുന്തോറും കാർബൺ ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്. അങ്ങനെ വരുമ്പോൾ അസിഡിക് നേച്ചർ ഇതിന് കൂടും. ഇത് മോർ അസിഡിക് ആയിരിക്കും കേട്ടോ. ഓർത്തോകതെ ഇങ്ങനെ കൊടുക്കാം. അപ്പൊ CH3 ഗ്രൂപ്പ് ആണ് എന്ത് വരുന്നത്? CH3 ഗ്രൂപ്പ് ആണ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് കേട്ടോ. CH3 ആ ഗ്രൂപ്പ് കൂടുന്തോറും അസിഡിറ്റി എന്ത് ചെയ്യും? അസിഡിറ്റി കുറയും. ഈ CH3 ഗ്രൂപ്പിലെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് വന്നാൽ അസിഡിക് നേച്ചർ ഡിക്രീസസ്. അതല്ല എഴുതിയത് നമ്മള്? ഡിക്രീസസ് അല്ല എഴുതിയത്? അത് ബോയിലിംഗ് പോയിന്റ് കണ്ടോ ഓർത്തോക്കാം. ആർക്കെങ്കിലും അങ്ങനെ കിടക്കണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി എക്സാമ്പിൾ എഴുതി. കാർബൺ ചെയിൻ ഇൻക്രീസസ്, ബോയിലിംഗ് പോയിന്റ് ഓൾസോ ഇൻക്രീസസ്. പക്ഷെ ഇവിടെ അസിഡിറ്റി വരുമ്പോൾ എന്ത് വരും? അസിഡിറ്റി ഡിക്രീസസ് കേട്ടോ ഓർത്തോക്കാം. അസിഡിറ്റിയുടെ കേസ് വരുമ്പോൾ ഡിക്രീസ് ചെയ്യും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്ന് പറയും CH3 ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണ്. അങ്ങനെ വരുമ്പോൾ അസിഡിറ്റി എന്ത് ചെയ്യും? കുറയും. ഏതാ? സ്റ്റെറിക് ഹിൻഡ്രൻസ് വെച്ച് പറയുന്നത്, ഒന്നല്ലെങ്കിൽ റെസൊണൻസ് വെച്ച് പറയാം, അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് വെച്ച് പറയാം. ശ്രദ്ധിച്ചോട്ടോ, ഇയാൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്: എത്തനോയിക് ആസിഡ് ആൻഡ് പ്രൊപ്പനോയിക് ആസിഡ് വിച്ച് ഈസ് മോർ അസിഡിക് ആൻഡ് വൈ? അങ്ങനെ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എഴുതേണ്ടത് ഇവരുടെ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ പറയണം. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ കാർബോക്സിലിക് ആസിഡ് എക്സിബിറ്റ് റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ. പിന്നെ ഈ CH3 ഗ്രൂപ്പ് വരുമ്പോൾ എന്ത് പറ്റും?
അത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗിന് അവിടെ നിങ്ങൾ ഒന്ന് എഴുതി വെച്ചോ, പ്ലസ് ഐ എഫക്ട് എന്ന് എഴുതുക. ഡൊണേറ്റിംഗിന്റെ അവിടെ എന്താണ്? പ്ലസ് ഐ എഫക്ട്. നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, ഈ രണ്ട് ഇത് വെച്ചിട്ട് 4 ചാപ്റ്ററിലെ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുമിച്ചാക്കി ഞാൻ എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോൺ ഡൊണേറ്റിംഗും ഇലക്ട്രോൺ വിഡ്രോയും വെച്ച് കീബ്രീസിൽ എന്തൊക്കെ ചോദിക്കാൻ പറ്റുമോ അത് മുഴുവൻ നമ്മൾ ടേബിളിലേക്ക് ആക്കും. അങ്ങനെ മാറ്റും കേട്ടോ. 4 ചാപ്റ്റർ കഴിയുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് വരുന്ന ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റിനെ ഡിവൈഡ് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ ഓർഗാനിക് 4 ചാപ്റ്റർ, ആ 4 ചാപ്റ്ററിൽ നിന്ന് ഏത് ബോർഡിലായാലും 6 ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളൂ. ഈ 6 ടൈപ്പിൽ നിങ്ങൾ മാസ്റ്റർ ആവുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായി? ഫുൾ മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ 6 ടൈപ്പുകളാണ് പഠിക്കേണ്ടത്, ചാപ്റ്റർ അല്ല. എന്ന് പറഞ്ഞപ്പോൾ ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് വെച്ചില്ലേ ഏതൊക്കെ ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും എനിക്ക് ചോദിക്കാം. ഇതിനു മുമ്പ് നിങ്ങൾ പഠിച്ചേക്കുന്നതാണ് അല്ലേ, ഫിനോൾ ആൻഡ് നൈട്രോഫിനോൾ വിച്ച് ഈസ് മോർ അസിഡിക് ആൻഡ് വൈ. ഇതേ കാറ്റഗറി തന്നെ അവിടെയുണ്ട്. ഏതായിരിക്കും? നൈട്രോഫിനോൾ. കേട്ടോ ഓർത്തോക്കെ. ഇതേ കാറ്റഗറി എവിടെ കിടക്കുന്നുണ്ട്? അനലിൽ കിടപ്പുണ്ട്. അനലിൻ ഉണ്ടല്ലോ ഇനി എടുക്കാൻ പോകുന്ന ചാപ്റ്ററിൽ നൈട്രോ അനലിൻ ആൻഡ് അനലിൻ വിച്ച് ഈസ് മോർ ബേസിക് ആൻഡ് വൈ. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അനലിനാണ്. കാരണം എന്താ? NO2 വരുമ്പോൾ അസിഡിക് നേച്ചർ ഇൻക്രീസ് ചെയ്യും, ബേസിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യും. കണ്ടോ ഓർത്ത് നോക്കാം. ഇനി ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ 4 ചാപ്റ്ററിലും PKB വെച്ച് ചോദിക്കും. ഇവിടെയുണ്ട്, നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം. ഞാൻ ആ സാധനം എടുത്തിട്ടേ ഇല്ല. PKB ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആക്കി പഠിപ്പിക്കുന്നതാണ് ആക്ച്വലി വരുന്ന സമയത്ത്. അപ്പൊ അതെല്ലാം ഒരു ടേബിളിലേക്ക് ആക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇത് തന്നെ ഹാലോ ആൽക്കൈലിലും അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും ഇത് മിക്സ് ചെയ്ത് വരും കേട്ടോ ഓർത്ത് നോക്കാം. അതാണ് നല്ല ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓർഗാനിക് കെമിസ്ട്രിയുടെ ബ്യൂട്ടി എന്ന് പറയുന്നത് അങ്ങനെയാണ് ആക്ച്വലി. എന്ന് പറഞ്ഞാൽ ഒരു ചാപ്റ്ററിൽ പോയാൽ അതിന്റെ ആൻസർ കിട്ടത്തില്ല, മിക്സ് ചെയ്യണം കേട്ടോ ഓർത്ത് നോക്കാം. അത് ഒന്ന് കഴിയട്ടെ കേട്ടോ. കണ്ടന്റ് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നു, ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പിടിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഓർത്ത് നോക്കാം. ഇതെന്താണ് ആക്ച്വലി? CH3 ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്. അവിടെ എന്ത് എഫക്ട് വരും? ഇൻഡക്റ്റീവ് എഫക്ട്. അപ്പോൾ കൂടും. അങ്ങനെ വരുമ്പോ എന്ത് വരും? ഡീസ്റ്റെബിലൈസ് ആകും. അപ്പൊ എന്ത് വരും? അസിഡിറ്റി കുറയും. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് കൊടുക്കും. അങ്ങനെ ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ടെൻഡൻസി ഉണ്ടല്ലോ, അത് കൂടി കഴിഞ്ഞിട്ട് H-നെ റിലീസ് ചെയ്യില്ല. മനസ്സിലായി? അപ്പൊ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ അല്ലേ കൂടുമ്പോ അത് പൊക്കോട്ടെ എന്നല്ലേ കരുതുക. പക്ഷെ അങ്ങനെയല്ല. എന്ത് ചെയ്യും? ആ റെസൊണൻസിന്റെ ഡീസ്റ്റെബിലൈസേഷൻ വന്നിട്ട് അത് എന്ത് ചെയ്യില്ല? ഹൈഡ്രജൻ അത് ഡൊണേറ്റ് ചെയ്യില്ല, കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്ത് നിൽക്കും കേട്ടോ. ഓർത്ത് നോക്കാം. അതുകൊണ്ടാണ് അവിടെ വേർഡ് ഉപയോഗിക്കുന്നത് എന്താണ്? ഡീസ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ഇതിന്റെ ഓർഡർ ഒന്ന് എഴുതി വെച്ചേക്കാം കേട്ടോ. അസിഡിക് സ്ട്രെങ്ത് വരുന്ന ഗ്രൂപ്പിന്റെ ഒരു ഓർഡർ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ഉണ്ട്. ഈ ഓർഡർ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. BH എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗ് കേട്ടോ. ബെൻസീൻ റിംഗ് ഏതാ? ഫിനോൾ. ഫിനോൾ എന്ന് പറയാൻ പറ്റില്ല. ബെൻസീൻ റിംഗ് ബ്രാഞ്ച് ആയിട്ട് വരും. ഫിനൈൽ കേട്ടോ. ഓർത്ത് നോക്കാം. അസിഡിറ്റി ഓർഡർ. അസിഡിറ്റിയുടെ ഓർഡർ ആണ് കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റുമല്ലോ, കുഴപ്പമില്ല. ഇതെല്ലാം ബ്രാഞ്ച് ആയിട്ട് വരും കേട്ടോ. ഇതെല്ലാം ബ്രാഞ്ച് ആയിട്ട് വരുമ്പോഴാണ് ഓർഡർ കേട്ടോ. ഓർത്തോ ഒരു എക്സാമ്പിൾ എഴുതാം, എന്നിട്ട് നിങ്ങൾക്ക് നോക്ക്. ഇതെല്ലാം എന്താണ്? ഈ CH3 ഗ്രൂപ്പുകളുടെ ഒപ്പം ബ്രാഞ്ച് ആയിട്ട് വന്ന ഏതാണ് മോറസിരിക്കുന്നതായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പൊ ഒന്ന് ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ. ഓർത്തോക്കാം. എഴുതിയോ ഇത്രയും?
ഉണ്ട് ഇവിടെ ഈ കാർബണിന്റെ ഈ ഗ്രൂപ്പ് എല്ലാം സെയിം ആണ്. ഓർക്കുക ABCD ഇതിൽ വിച്ച് ഈസ് മോർ അസിഡിക്? ഏറ്റവും ഹൈസ്റ്റ് അസിഡിക് ഏതായിരിക്കും? സി. ഡൗട്ട് ഉണ്ടോ? സി ഗ്രേറ്റർ ദാൻ പിന്നെന്തായിരിക്കും? സെക്കൻഡ് ഹൈസ്റ്റ് ഏതായിരിക്കും? ഏതന്നെയാണോ? ബാക്കിൽ ആ റോയില് പറയണമെന്നാണ് പറയുന്നത്. ഒരു ആശയം കൊടുക്കുന്നു കയ്യൊക്കെ ഉയർത്തി. നെക്സ്റ്റ് ഇനി ഏതായിരിക്കും ഏറ്റവും ലാസ്റ്റ്? നമ്മള് ലാസ്റ്റ് ആൾക്കാരോടാണ് ചോദിക്കാന്ന് അറിയാവുന്നതുകൊണ്ടാണ് അവരവിടെ ബി. ഓക്കെ, വെരി ഗുഡ്. റൈറ്റ് ആണ് ബി. നെക്സ്റ്റ് എന്തായിരിക്കും? ഇനി പറയേണ്ട ആവശ്യമില്ല അല്ലേ? എന്തായാലും ഡി ആണ് കേട്ടോ. ഓർക്കുക, ഈ ഓർഡർ ഒന്ന് എഴുതി കേട്ടോ. ഈ പഠിച്ചത് ഇങ്ങനെയാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ മനസ്സിലാവില്ലല്ലോ ഇത് എഴുതി കഴിഞ്ഞിട്ട് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു, വെറുതെ കാണാൻ പഠിച്ചിട്ട് കാര്യമില്ല കേട്ടോ. ഓക്കെ, നോർമലി കോമ്പിനേഷൻസ് ചോദിച്ചേക്കുന്നത് കുറവാണ്. കൂടുതൽ NO2 തരുന്നു, ബെൻസീനൊക്കെ തരുന്നു, പിന്നെ ഫ്ലൂറിൻ ക്ലോറിൻ അങ്ങനെയൊക്കെയാണ് വരുന്നത്. എന്നാലും ഇത് നോക്കിക്കഴിഞ്ഞാൽ അത് ഓക്കെ ആയിക്കോളും കേട്ടോ. വേഗം എടുത്തെഴുതാം കേട്ടോ. അസിഡിറ്റിയുടെ ഇൻക്രീസിംഗ് ഓർഡർ ആണ്. സി ആണ് ഹൈസ്റ്റ്. ഇത് സബ്സ്റ്റിറ്റ്യൂവന്റ് ഗ്രൂപ്പുകളാണ് കേട്ടോ. സബ്സ്റ്റിറ്റ്യൂവന്റ് ഗ്രൂപ്പ് ആണ്. എന്തുകൊണ്ടാണ് CF3 ഏറ്റവും ഹൈസ്റ്റ് ആവുന്നത്? ദാറ്റ് ഈസ് എ സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് കേട്ടോ. ഓർത്തുക, വിഡ്രോയിങ് ഗ്രൂപ്പ് ആവുന്നു വേണം, അങ്ങനെ ഓർത്തുക. എല്ലാവരും എഴുതിയില്ലേ? ഇതുപോലെ നമുക്ക് ബെൻസോയിക് ആസിഡിൽ വരുന്ന ഇതുണ്ട്, നൈട്രോ ബെൻസോയിക് ആസിഡ് ആൻഡ് എന്താണ് മീഥൈൽ ബെൻസോയിക് ആസിഡ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ കൂടി ഉണ്ട്. അതും കൂടി ഒന്ന് എഴുതാം കേട്ടോ. ഓക്കെ, അനദർ എക്സാമ്പിൾ കൂടി എഴുതിയത് കേട്ടോ, മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അസിഡിറ്റി ഓർഡർ എന്ന് പറഞ്ഞിട്ട് എന്തോ അസിഡിറ്റി ഓർഡർ ഇത് എക്സാമ്പിൾ ആയിട്ട് എഴുതുന്നതല്ല കേട്ടോ. ഇതെല്ലാം എക്സാമ്പിൾ ആയിട്ടാണ് കേട്ടോ. അനദർ എക്സാമ്പിൾ ആണ് എഴുതുന്നത്. ഇത് ബെൻസോയിക് ആസിഡ് ആണ്. ബെൻസോയിക് ആസിഡ് CH3 ഉണ്ട്, ഇവിടെ NO2 ഉണ്ട് കേട്ടോ. ഇപ്പൊ നൈട്രോ ബെൻസോയിക് ആസിഡ് ബെൻസോയിക് ആസിഡിനേക്കാളും ഹയർ ആയിരിക്കും. NO2 എന്ന ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ് അല്ലേ? പുറത്തു നോക്കാം. അപ്പോൾ ദിസ് ഇസ് ദ മോർ അസിഡിക്. സെക്കൻഡ് ഹൈസ്റ്റ്. ഇത് ലീസ്റ്റ് ആവാൻ കാരണം എന്താ? CH3 എന്ത് ഗ്രൂപ്പാ? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്. therefore എന്തായിരുന്നു? അസിഡിറ്റി ഡിക്രീസസ്. NO2 ഗ്രൂപ്പ് ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്, അസിഡിറ്റി ഇൻക്രീസസ് കേട്ടോ. ഓർത്ത് നോക്കാം. സെക്കൻഡ് എക്സാമ്പിൾ കേട്ടോ. എഴുതിയില്ലേ? ഇനി നമുക്ക് സെക്കൻഡ് ഹെഡിങ്ങിലേക്ക് പോവാം. മെയിൻ ഹെഡിങ്ങിലേക്ക് വരുന്നതാണ്. ഇവിടെ ക്ലീവേജ് ഓഫ് COH ബോണ്ട് എന്നാണ് ആ ഹെഡിങ്. അങ്ങനെ കൊടുക്കണ്ട, നിങ്ങൾ എങ്ങനെ എഴുതി വെച്ചാൽ ഫോർമേഷൻ ഓഫ് അൺഹൈഡ്രേറ്റ്. നെക്സ്റ്റ് ഹെഡിങ് ഫോർമേഷൻ ഓഫ് അൺഹൈഡ്രേറ്റ്. ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻസ്. ഫോർമേഷൻ ഓഫ് അൺഹൈഡ്രേറ്റ്, ഫോർമേഷൻ ഓഫ് അൺഹൈഡ്രേറ്റ്. എഴുതി കേട്ടോ. കാർബോക്സിലിക് ആസിഡ് on heating, carboxylic acid on heating with mineral acid, carboxylic acid on heating with mineral acid such as H2SO4 sulfuric acid, or with P2O5 gives corresponding anhydride.
is corresponding anhydride. Carboxylic acid സ്ട്രക്ചർ ആണ് RC ഡബിൾ ബോണ്ടോ OH. ഫസ്റ്റ് കാർബോക്സിലിക് ആസിഡ്. സെക്കൻഡ് കാർബോക്സിലിക് ആസിഡ് ഒരു രണ്ട് കാർബോക്സിലിക് ആസിഡോട് ജോയിൻ ചെയ്ത രീതിയിലാണ് റിയാക്ഷൻസ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ഓപ്പോസിറ്റ് ആക്കി എഴുതാണ് RC ഡബിൾ ബോണ്ടോ OH. ദെൻ ഇതിൽ നിന്ന് വാട്ടർ മോളിക്യൂൾസ് നമുക്കൊന്ന് മാറ്റാം. ഇവിടെ നോക്കിയേ, ഈ H ഇവിടുത്തെ OH ഇത്രയും ആൾക്കാരങ്ങ് പോകും. ബാക്കി എന്തുണ്ടാവും കേട്ടോ? ഇവിടെ ഇടുന്ന റിയേജന്റ് ഏതൊക്കെയാണെന്ന് പറഞ്ഞേക്കുന്നത്? സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിൽ നിന്ന് എന്തായാലും സ്ട്രോങ് ആയിട്ട് H പ്ലസ് കേട്ടോ, ഓർത്ത് നോക്കാം. എന്നിട്ട് സൾഫ്യൂരിക് ആസിഡ് ഓരെന്തായിരുന്നു പറഞ്ഞേ? P2O5 കേട്ടോ, ഓർത്ത് നോക്കാം. P2O5 കേട്ടോ, ഓർത്ത് നോക്കാം. ഒന്ന് ഹീറ്റ് ചെയ്യണം കേട്ടോ. ഹീറ്റ് ട്രയാങ്കിൾ ആയിട്ട് നമുക്ക് ഇവിടെ കൊടുത്തേക്കാം. ട്രയാങ്കിൾ ഹീറ്റ്. ഇപ്പോൾ വാട്ടർ അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്തു, പ്ലസ് H2O പോയി. ബാക്കി ആൾക്കാരെ നിങ്ങളൊന്ന് ജോയിൻ ചെയ്യുക. അതാണ് മെയിൻ ആയിട്ട് വരിക. എങ്ങനെയാ ജോയിൻ ചെയ്യുമ്പോൾ RC ഡബിൾ ബോണ്ടോ തന്നെ എന്ത് ചെയ്തു, ഒരു കോമൺ ആയിട്ട് റോ ഉണ്ടോ അല്ലേ? ഈ റോ ഇവര് വാട്ടർ പോയല്ലോ, ബാക്കി എന്തുണ്ടാവും അതുപോലെ തന്നെ എഴുതാം. C ഡബിൾ ബോണ്ടോ R. ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിരിക്കുന്നത്. ഇത് നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുള്ളൂ, RCO ട്വൈസ് O കേട്ടോ. ഇങ്ങനെ എഴുതുമ്പോൾ എഴുതുള്ളൂ. അപ്പോൾ എവിടെയെങ്കിലും അൺഹൈഡ്രേറ്റ് കാണുമ്പോൾ ഇങ്ങനെ എഴുതുള്ളൂ, CH3CO ട്വൈസ് O കേട്ടോ. അപ്പോൾ എങ്ങനെ ഫോം ചെയ്തു എന്ന മെത്തേഡ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. വേഗം എടുത്ത് കേട്ടോ. ഏതാ എസ്റ്റർ എന്ന് പറഞ്ഞത്? RCOR ഡാഷിൽ ഒരു ഓക്സിജൻ എക്സ്ട്രാ ഉണ്ട്. RC ഡബിൾ ബോണ്ടോ OR അല്ലേ? ഇവിടെ R ആണ്. ഇവിടെ വീണ്ടും അത് റിപ്പീറ്റേഷൻ. RCO twice O. Phosphorus pentoxide. ഈ കോമ്പൗണ്ട് സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും കേട്ടോ. നമ്മൾ RCOH എന്നല്ല എഴുതാറ് സ്ട്രക്ചർ അല്ലേ? RCOH എന്നല്ലേ? വെറുതെ എഴുതുമ്പോൾ എന്താ RCOH പ്ലസ് RCOH. അതുപോലെ ഇതിനെ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുള്ളൂ അവര്, RCO ട്വൈസ്. ഇതിന്റെ പേരെന്തായിരുന്നു? അൺഹൈഡ്രൈഡ്. അൺഹൈഡ്രൈഡ്. അല്ലേ? ഇത് ഇതിന്റെ താഴെയാണ് ഈ കോമ്പൗണ്ട്. ഇതിന്റെ സിംപ്ലിഫിക്കേഷൻ കേട്ടോ. ഇത് വരച്ചു നോക്കാം. ഇങ്ങനെയാണ് എഴുതാം, അൺഹൈഡ്രൈഡ്. അൺഹൈഡ്രൈഡ് AN കേട്ടോ. അൺഹൈഡ്രൈഡ്. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കാം. അൺസിമെട്രിക് ജോയിൻ ചെയ്യും. പക്ഷെ അപ്പോൾ അവിടെ നമ്മൾ ഇതിൽ പറയില്ലേ, വേറെ ഇത് ആൻഡ്രോയിഡൊക്കെ പറയുന്ന പോലെ സെൽഫ് ആയിട്ട് വരും, ക്രോസ് ആയിട്ട് വരും, മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് വരും. ഐഡിയ മനസ്സിലായോ? ഓക്കെ. സിമെട്രിക്കൽ വരും, അൺസിമെട്രിക്കൽ അങ്ങനെ വരും. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല കേട്ടോ. തിയററ്റിക്കലി ചെയ്യാം, പക്ഷെ മിക്സർ ഓഫ് കോമ്പൗണ്ട് വരും. എസ്ട്രിഫിക്കേഷൻ. നെക്സ്റ്റ് ഹെഡിങ് എസ്ട്രിഫിക്കേഷൻ. എസ്ട്രിഫിക്കേഷൻ തേർഡ് ഹെഡിങ് ആയിട്ടുള്ള നമ്മൾ എസ്റ്ററിഫിക്കേഷൻ. കാർബോക്സിലിക് ആസിഡ്, കാർബോക്സിലിക് ആസിഡ്, കാർബോക്സിലിക് ആസിഡ് are esterified with carboxylic acid are esterified with alcohol or phenol. Carboxylic acid are esterified with alcohol or phenol in the presence of mineral acid. In the presence of mineral acid. H2SO4, HCl. H2SO4, HCl.
നമ്മൾ എസ്ട്രിഫിക്കേഷനിൽ പറയുന്നത് കാർബോക്സിലിക് ആസിഡ് ആൽക്കഹോൾ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും? എസ്റ്റർ വരും അല്ലേ? ഇതിനു മുമ്പ് എസ്ട്രിഫിക്കേഷൻ ഹെഡിങ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത് എവിടെയാ? ആൽക്കഹോൾ. അവിടെ ഒരു കോമ്പോ ഉണ്ട്, ഒരു മെഡിസിൻ ഇതിനാണല്ലോ പഠിച്ചത്, ആസ്പിരിൻ. ഓർമ്മയുണ്ടോ? ആസ്പിരിൻ എന്തൊക്കെയായിരുന്നു കെമിക്കൽ കോമ്പൗണ്ട്? സാലിസിലിക് ആസിഡും അസറ്റിക് ആൻഹൈഡ്രേറ്റ്. അപ്പോൾ അതൊക്കെ നമ്മൾ അവിടെ എടുത്ത അത് തന്നെയാണ് റിപ്പീറ്റേഷൻ. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ആ ഇക്വേഷൻ മാത്രം എഴുതുന്നത്. ഇത് കാർബോക്സിലിക് ആസിഡ് പ്ലസ് ആർ ഡാഷ് ഓയിൽസ് ഉണ്ടാവും, ആൽക്കഹോൾ ആണ്. ആൽക്കഹോൾ. അപ്പോൾ കാർബോക്സിലിക് ആസിഡ് പ്ലസ് ആൽക്കഹോൾ ഗീവ്സ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ആണ് കേട്ടോ. ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. ഇവിടെ നിന്നും നേരത്തെ എഴുതിയ പോലെ തന്നെ എന്താ ഓർത്ത് നോക്കാം? H2O റിമൂവ് ചെയ്യും. H2O ഇവിടെ നോക്കിയേ, OH ഇവിടുത്തെ ഒരു H, OH H പോകുമ്പോൾ എന്ത് വരും? H2O. ഓർത്ത് നോക്കാം, ഒന്ന് ഓർത്തോ. H2O റിമൂവ് ചെയ്യും. ബാക്കിയുള്ളത് അങ്ങ് ജോയിൻ ചെയ്തേ. R COO R ഡാഷ്, അതാണ് എസ്റ്റർ കേട്ടോ. എഴുതി R COO R ഡാഷ്. എഴുതി R COO R ഡാഷ് plus H2O. R COO R dash plus H2O. ഇല്ലയോ? നെക്സ്റ്റ് അടുത്ത ഹെഡിങ് എഴുതി വെക്കാം. ഇനിയിപ്പോൾ പെട്ടെന്ന് കേട്ടോ. റിയാക്ഷൻ വിത്ത് PCl5, PCl3 and SOCl. ഹെഡിങ് റിയാക്ഷൻ വിത്ത് PCl5, PCl3 and SOCl. PCl3 and SOCl. ഒറ്റ ഇക്വേഷൻ ആയിട്ട് എഴുതിയാൽ മതി. ഇത് RCOOH കേട്ടോ. അതിന്റെ താഴെ സ്റ്റേറ്റ്മെന്റ് ഒന്നും എഴുതണ്ട. PCl3 or PCl5 or SOCl2 എന്തിട്ടാലും നിങ്ങൾക്ക് ബൈ പ്രൊഡക്റ്റ് ഇവിടെ പഠിക്കേണ്ട ആവശ്യമില്ല. OH റീപ്ലേസ് ചെയ്ത് എന്ത് വരും? Cl. വേറെ ഒന്നും എഴുതണ്ട കേട്ടോ. OH റീപ്ലേസ് ചെയ്ത് എന്ത് വരും? Cl കേട്ടോ. ഓവറിട്ട് ഇങ്ങനെ കൊടുക്കുക. ടെക്സ്റ്റ് ഓരോന്നായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ വേണ്ട, ഒരെണ്ണം അങ്ങ് പഠിച്ചാൽ കേട്ടോ. RCOCl. ഇതിന്റെ പേരെന്താ? RCOCl, അസൈൽ ക്ലോറൈഡ് കേട്ടോ. അസൈൽ ക്ലോറൈഡ് ഇതിന്റെ പേര് എഴുതണം കേട്ടോ. അസൈൽ ക്ലോറൈഡ്. ആകെ ഒരു ഇക്വേഷൻ എഴുതണം, അസൈൽ ക്ലോറൈഡ്. അപ്പൊ എനി വൺ ആണ് കേട്ടോ. ഓർ ഇട്ടിട്ടുണ്ട് ശരിക്കും, ഏതെങ്കിലും ഒരെണ്ണം മതി കേട്ടോ. ഓക്കെ, എനി വൺ. The next heading, reaction with the ammonia. Reaction with the ammonia. ഇത് കഴിഞ്ഞിട്ട് reaction with the ammonia. Reaction with the ammonia. ഇതും ഇക്വേഷൻ എടുത്തിട്ടാണ് കൊണ്ടുവരുന്നത്. റിയാക്ഷൻ വിത്ത് അമോണിയ എന്ന് പറയുമ്പോൾ RCOH ആണ്. ഇതിലേക്ക് NH3 ആണ് ആഡ് ചെയ്യുന്നത്. NH3 ഇതിന്റെ ഇടയിൽ ഒരു ഇന്റർമീഡിയറ്റ് ആണ് ഫസ്റ്റ് അവർ ഫോം ചെയ്യുന്നത്. ഇന്റർമീഡിയറ്റ് ഇതങ്ങ് ജോയിൻ ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് അവർ കൊണ്ടുപോകുന്നത്. VH ഉം NH3യുടെ H കൂടി ജോയിൻ ചെയ്താൽ എന്താവും? NH4 പ്ലസ്. ദെൻ ഇതെന്താവും? COO മൈനസ്. അങ്ങനെ അങ്ങ് ജോയിൻ ചെയ്യിപ്പിക്കുകയാണ് ഫസ്റ്റ്. അപ്പോൾ എന്ത് വരും? RCOO. പിന്നെ നോക്കിയേ, EH ഇവിടേക്ക് ജോയിൻ ചെയ്യും. അപ്പോൾ എന്താവും? NH4 അല്ലേ? അപ്പോൾ NH4 പ്ലസ്. ഇതൊരു ഗ്രൂപ്പ് ആയിട്ടാണ് നിൽക്കുന്നത് NH4. അപ്പോൾ NH4ന്റെ ടോപ്പില് നമുക്ക് പ്ലസ് എന്ന് കൊടുക്കാം, COO മൈനസ്. ഇത് പ്ലസ്, ഇത് CO മൈനസ്. ഇത് അൺസ്റ്റേബിൾ ആണ്. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇത് താഴേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് ഈ രണ്ട് സെക്ടറിൽ നിന്ന് H2O റിമൂവ് ചെയ്യും. ഇവിടെ നോക്കിയേ, ഇവിടെ നിന്ന് ഒരു ഓക്സിജൻ, ഇവിടെ നിന്ന് 2 ഹൈഡ്രജൻ. അങ്ങനെ റിമൂവ് ചെയ്താൽ പറ്റും. ഇവിടെ നിന്ന് ഒരു ഓക്സിജൻ, 2 ഹൈഡ്രജൻ റിമൂവ് ചെയ്യുമ്പോൾ H2 മൈനസ് H2. ബാക്കിയുള്ളത് ജോയിൻ ചെയ്ത് പറയും. H2 പോയി, ബാക്കിയുള്ളത് ജോയിൻ ചെയ്യും. RCO NH അല്ലേ? ഓക്കെ, അതിന്റെ പേരെന്തായിരുന്നു? ബാക്കിൽ പറഞ്ഞേ. RCO NH2ന്റെ പേര്. RCO NH2ന്റെ പേര് അമൈഡ്. എന്തായിരുന്നു വിളിക്കുന്നത്? അമൈഡ് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ അമൈഡ് ആണ് കിട്ടുന്നത്. പുറത്ത് പോയി ഇന്റർമീഡിയറ്റ് എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, നേരെ ഇവിടെ നിന്ന് എഴുതാം.
കേട്ടോ. ഓർത്തോളൂ, നേരെ ഇവിടുന്ന് എഴുതാം. ഇന്റർമീഡിയറ്റ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. RCONH2 വാട്ടർ അങ്ങ് റിമൂവ് ചെയ്യും കേട്ടോ. RCONH2. ഇനി ഇതിന്റെ താഴെ നിങ്ങൾക്ക് ഒരു കൊടുത്തേക്കുന്നത് കൺവേർഷൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. താലിക് ആസിഡ് കൺവേർട്ട് ടു താലിമൈഡ് കേട്ടോ. അതാണ് എഴുതാൻ പോകുന്നത്. അപ്പൊ അടുത്തത് ഇതിന്റെ അണ്ടറിലാണ്. അടുത്ത ഹെഡിങ് അല്ല, ഒരു കൺവേർഷൻ ക്വസ്റ്റ്യൻ പോലെ എഴുതി വെക്കുക. താലിക് ആസിഡ്, ടീക്ക് പ്രൊണൗൺസിയേഷൻ ഇല്ലാത്തതുകൊണ്ട് PHTHAL ആണ് കേട്ടോ. PH താലിക് ആസിഡ് എന്ന് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? PHTH കേട്ടോ. ALIC അല്ലെ, താലിക് ആസിഡ്. PHTHALIC താലിക് ആസിഡ് കൺവേർട്ട് ടു താലിമൈഡ്. PHTHALIMIDE താലിമൈഡ്. താലിക് ആസിഡ് കൺവേർട്ട് ടു താലിമൈഡ് കേട്ടോ. നോക്കാം, അത് ഇതേ പാറ്റേൺ തന്നെയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. നോക്കിയോ കേട്ടോ. COH നിയർ ബൈ പൊസിഷൻ വന്നാൽ ഇതിനെ വിളിക്കുന്ന പേരാണ് താലിക് ആസിഡ്. ഇത് നേരെ ഓപ്പോസിറ്റ്, ഇവിടെ എങ്ങനെയെങ്കിലും ഓപ്പോസിറ്റ് വന്നാൽ അതിനെന്ത് വിളിക്കും? ടെറപ്താലിക് ആസിഡ് അല്ലെ. ഓർത്ത് നോക്കാം. അപ്പോ ഇത് താലിക് ആസിഡ്. അപ്പൊ നോമൻക്ലേച്ചറിൽ നമ്മൾ എഴുതിയാണ് ആക്ച്വലി. ഇതിലേക്ക് ആദ്യം നേരത്തെ ഇട്ടതുപോലെ തന്നെ ആരും ഇടണം? NH3 ഇടണം അല്ലെ. ഓർത്ത് നോക്കാം. ഇങ്ങനെ NH3 നമ്മൾ അതേ ഇതിലേക്ക് ജോയിൻ ചെയ്യണം. NH3 ഒരെണ്ണമൊന്നുമല്ല, കുറെ NH3 ഉണ്ടാവും. അപ്പൊ ആ NH3 ഇട്ട് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് എന്താവും എന്നാണ് നോക്കുന്നത്. ഇത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ആണ്. അങ്ങനെ വരുന്ന സമയത്ത് കുറെ NH3 ഉണ്ട്. ഈ NH3 ഇതേ ഇവിടെ അങ്ങ് ജോയിൻ ചെയ്യും. ഈ H ഉണ്ടല്ലോ, ആ H ഇതിലേക്ക് കൊടുക്കുമ്പോൾ എന്ത് വരും? NH4 അല്ലെ. പുറത്ത് നോക്കാം. ഇത് H കുറെ NH3 ഉണ്ട്, വേറെ NH3യിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എന്താവും? NH4 ആവും അല്ലെ. ഓക്കെ, അങ്ങനെയാവുമ്പോൾ ഈ കോമ്പൗണ്ട് എങ്ങനെ ഇരിക്കും? COO കണ്ടോ. ഓർത്ത് നോക്കാം, COO അല്ലെ. ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഇത് കളർ മാറ്റി ഒന്ന് എഴുതാം. ഇവിടെ നോക്കിയേ, ഈ H ഇതിലേക്ക് വന്നു. അപ്പൊ എന്താവും? NH4 അല്ലെ, പ്ലസ്. NH4 പ്ലസ്. എന്തുകൊണ്ടാണ് പ്ലസ് ആയത്? ഇവിടുന്ന് ഈ H ഉണ്ടല്ലോ, ഈ COO എന്ന് പറയുന്നതിന് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഇത് ഇലക്ട്രോൺ റിസീവ് ചെയ്ത നെഗറ്റീവ് ഉണ്ടോ, ഇവിടെ നെഗറ്റീവ്, ഇവിടെ NH4 പ്ലസ്, ഇവിടെ എന്താവും? COO മൈനസ്. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്തായിരിക്കും? നിങ്ങൾക്ക് അറിയാവുന്ന പോലെയാണ്. എന്തായിരിക്കും അടുത്ത സ്റ്റെപ്പില്? ഇവിടെ നിന്ന് എന്താ പോവാ? വാട്ടർ അല്ലെ, H2O പോവും. H2O പോയി കഴിയുമ്പോ അവിടെ നിന്ന് ഒരു അമൈഡ് ഒക്കെ ഫോം ചെയ്യാൻ പോവാണ്. ഇവിടെ നിന്ന് -H2 അങ്ങനെ ജോയിൻ ചെയ്യുമ്പോ വാട്ടർ അവിടെ നിന്ന് റിമൂവ് ചെയ്തേ. ഇവിടെ നിന്ന് 2 ഹൈഡ്രജൻ ആൻഡ് 1 ഓക്സിജൻ, 2 ഹൈഡ്രജൻ ആൻഡ് 1 ഓക്സിജൻ. അപ്പൊ എന്തായിരിക്കും? H2O പോകും അല്ലെ. H2O പോയി കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായ പോലെ എന്ത് വരും? എന്തായിരിക്കും ഫോം ചെയ്യുന്നത്? അമൈഡ് അല്ലെ. ഓർത്ത് നോക്കുക, CONH2. അപ്പൊ ബെൻസീൻ റിംഗ്, CONH2, വാട്ടർ മോളിക്യൂൾ 2 വാട്ടർ മോളിക്യൂൾ ആണ് പോകുന്നത്. ഇനി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണമെങ്കിൽ -2H2 എന്നൊക്കെ എഴുതി വെച്ചോ. ഓർത്ത് നോക്കുക, 2 വാട്ടർ മോളിക്യൂൾ റിമൂവ് ചെയ്ത് അമൈഡ് ഫോം ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താവും? ഇവിടുന്ന് NH3 -C -NH3 ഹീറ്റ് ചെയ്യും. എന്തുകൊണ്ടാ? ഹീറ്റ് ചെയ്യും കേട്ടോ. ഓർത്തോട്ടോ, സ്ട്രോങ് ഹീറ്റ് എന്ന് തന്നെ കൊടുക്കണം. അപ്പോൾ സ്ട്രോങ് ഹീറ്റ് എന്ന് എഴുതിയേക്കാം കേട്ടോ. വേർഡ് സ്ട്രോങ് ഹീറ്റ്. ഇത് സ്റ്റേബിൾ ഒക്കെ തന്നെയാണ്, പക്ഷെ ഇതിന് സ്ട്രോങ് ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് അമോണിയ റിലീസ് ചെയ്യും. ഇങ്ങനെ അമോണിയ റിലീസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്? ഇവിടെ നോക്കിയേ അല്ലേ, CO ഉണ്ട് അല്ലെ, CO, ഇവിടെയും CO ഉണ്ട്. ദെൻ അവിടെ നിന്ന് NH3 പോയി കഴിഞ്ഞാൽ ബാക്കി എന്തായിരിക്കും? ഇവിടെ നിന്ന് NH2, ഇവിടെ നിന്ന് ഒരു H, റിമൈനിങ് എന്തൊക്കെയായിരിക്കും? NH. ശരിയല്ലേ? നോക്കുക, NH3 പോയി കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ NH2, ഇത് NH2, ഇവിടെ നിന്ന് ഒരു H കൂടി പോയി. അപ്പൊ എന്തായി? NH3 റിമൂവ് ചെയ്തു. റിമൈനിങ് എന്തുണ്ടാവും?
NH. അതാണ് NH. NH. ഇതിന്റെ പേരാണ് താലിക്. താലിക് ആസിഡ് ടു താലിമൈഡ്. താലിക് ആസിഡ് ടു താലിമൈഡ്. താലിക് ആസിഡ് ടു താലിമൈഡ്. എഴുതിയോ? കേട്ടോ. ഇനി നെക്സ്റ്റ് ഹെഡിങ് എഴുതി നോക്കാം. റിഡക്ഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ്. റിഡക്ഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ്. റിഡക്ഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ്. ഇത് എവിടെയാണ് പഠിച്ചേക്കുന്നത്? ഇതിനു മുമ്പ് എവിടെയാണ് പഠിച്ചേക്കുന്നത്? ആൽക്കഹോളിന്റെ പ്രിപ്പറേഷൻ. അതിലെ സെക്കൻഡ് ഹെഡിങ് ഫ്രം കാർബോണിയൽ കോമ്പൗണ്ട്. സെക്കൻഡ് ഹെഡിങ് ഫ്രം കാർബോണിയൽ കോമ്പൗണ്ട്. അവിടെ പഠിച്ച അതേ കാര്യം തന്നെയാണ് ഇവിടെ വീണ്ടും എഴുതാൻ പോകുന്നത് കേട്ടോ. നോക്കാം. ഓക്കെ. കാർബോക്സിലിക് ആസിഡിനെ റിഡക്ഷൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആൽക്കഹോൾ. അതും പ്രൈമറി ആൽക്കഹോൾ കേട്ടോ. നോക്കാം. അതാണ് എന്തോ മൈൻഡ് ചെയ്ത ആൽഡിഹൈഡ് അല്ലേ? സ്ട്രോങ് റിഡക്ഷൻ കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും എഴുതിയോ അത്? പിന്നെ നല്ല കാറ്റുണ്ടെന്ന് തോന്നണം അല്ലേ? നെക്സ്റ്റ് കേട്ടോ. റിഡക്ഷൻ എന്ന് പറയുമ്പോൾ RCOOH താഴെ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ്. ഓർക്കുക, സ്ട്രോങ് റിഡക്ഷൻ എന്ന് എഴുതണം. സ്ട്രോങ് റിഡക്ഷൻ അങ്ങനെ എഴുതണം കേട്ടോ. നമ്മൾ സ്റ്റേറ്റ്മെന്റ് എഴുതുന്നില്ല. സ്ട്രോങ് റിഡക്ഷൻ എന്ന് എഴുതണം. H2 കൊടുക്കാം, അല്ലെങ്കിൽ H2 കൊടുത്തേക്കാം കേട്ടോ. ഇവിടെ കുറെ റീജൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു B2H6 ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരെണ്ണം ഇട്ടാൽ മതി. RCH2OH. ഇവിടെ നിങ്ങൾ പ്രൈമറി ആൽക്കഹോൾ എന്ന് എഴുതണം കേട്ടോ. പ്രൈമറി ആൽക്കഹോൾ. കാർബോക്സിലിക് ആസിഡ് സ്ട്രോങ് റിഡക്ഷൻ പ്രൈമറി ആൽക്കഹോൾ. കാർബോക്സിലിക് ആസിഡ് സ്ട്രോങ് റിഡക്ഷൻ പ്രൈമറി ആൽക്കഹോൾ. എഴുതിയോ? Then നമുക്ക് നെക്സ്റ്റ് ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ. അടുത്ത ഹെഡിങ് ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ. ഇപ്പൊ എത്ര ഹെഡിങ് ആയി? 7. ടെക്സ്റ്റ് ബുക്കിൽ ഇത് സെപ്പറേറ്റ് ഹെഡിങ് ആണ് പലതും കൊടുത്തേക്കുന്നത്. പക്ഷെ നമ്മൾ ഒറ്റയടിക്ക് അങ്ങനെ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ. ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ. അവിടെ സ്റ്റേറ്റ്മെന്റ് എഴുതണം കേട്ടോ. ഡീകാർബോക്സിലേഷൻ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. അതുകൊണ്ടാണ് കാർബോക്സിലിക് ആസിഡ് loss carbon dioxide to form carboxylic acid loss carbon dioxide to form hydrocarbon when their sodium salt are heated. When their sodium salt are heated with soda lime. ട്രാക്കിൽ എഴുതുക. NaOH and CaO അതിന്റെ പ്രൊപ്പോർഷൻ 3:1 ആണ് കേട്ടോ. NaOH and CaO, 3:1 പ്രൊപ്പോർഷൻ. 3 പോർഷൻ NaOH ഉം 1 പോർഷൻ CaO. NaOH and CaO ബ്രാക്കറ്റ് 3:1 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. The reaction is known as decarboxylation.
ഹീറ്റ് കേട്ടോ, ട്രയാങ്കിൾ അറിയാലോ ഹീറ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഇവിടെ വരുന്ന RH ആണ് RH എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഹൈഡ്രോ കാർബൺ ആവും. Na2CO3 ആണ് ബൈ പ്രോഡക്റ്റ് വരുന്ന ബൈ പ്രോഡക്റ്റ്. ഇനി ശ്രദ്ധിക്കാം, നമ്മൾ എഴുതിയത് സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ആണ്. ശരിക്കും നടക്കുന്നത് ഈ NaOH3 പോർഷൻ ഉണ്ടല്ലോ, അപ്പൊ ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, RCOH RCONA ആവും. സെക്കൻഡ് സ്റ്റെപ്പിലാണ് ഈ RCONA-യോടൊപ്പം NaOH CO വരുമ്പോൾ ഇങ്ങനെ വരുന്നത്. പക്ഷെ നമ്മൾ എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതാൻ കാരണം കൺവേർഷൻ ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എടുത്ത് എഴുതിയാൽ മതി, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. അല്ലെങ്കിൽ എനിക്ക് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന RCONA എന്നിട്ട് ഇങ്ങനെയാണ്, പക്ഷെ അങ്ങനെ വരില്ല കേട്ടോ. നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് ഇതാണ്. ബെൻസോയിക് ആസിഡ് കൺവേർട്ട് ടു ബെൻസീൻ, ഇതാണ് ബെൻസോയിക് ആസിഡ് ടു ബെൻസീൻ. എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? ബെൻസോയിക് ആസിഡ് കൺവേർട്ട് ടു ബെൻസീൻ, അപ്പൊ എന്തായിരിക്കും NaOH and CO ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ എക്സാമ്പിൾ ഒക്കെ എഴുതിക്കോട്ടോ, എന്താണ് എക്സാമ്പിൾ? ഒരു എക്സാമ്പിൾ കൂടി എഴുതി വെച്ചു കേട്ടോ. സെയിം റീജന്റ് ആണ്, സെയിം റീജന്റ് എഴുതാം CH2 ആണോ. ഇവിടെ ഒന്നും ബൈ പ്രോഡക്റ്റ് ഒന്നും എഴുതണ്ട, ഇതാണ് കൺവേർഷൻ ആയിട്ട് ചോദിക്കാം. എത്തനോയിക് ആസിഡ് കൺവേർട്ട് ടു മീഥെയ്ൻ, എത്തനോയിക് ആസിഡ് കൺവേർട്ട് ടു മീഥെയ്ൻ, അങ്ങനെയൊക്കെ ചോദിക്കാം. ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, ഇത് ഈ ഇക്വേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കൺവേർഷന്റെ പാർട്ടില്. 1 കാർബൺ ഡിക്രീസ് ചെയ്യുന്ന ടൈപ്പാണ് കേട്ടോ. 1 കാർബൺ ഡിക്രീസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ടൈപ്പാണ്. നമുക്ക് കാർബൺ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്, അങ്ങനെയുള്ള റിയാക്ഷൻസ് കുറവാണ്. അപ്പൊ അതിൽ വൺ ഓഫ് ദം ആണ്, അതുകൊണ്ട് മറക്കരുത് കേട്ടോ. നോക്കുക, നെക്സ്റ്റ് ഹെഡിങ് എഴുതുക, HVZ റിയാക്ഷൻ. HVZ റിയാക്ഷൻ ഇത് എഴുതിയിട്ട് മതി കേട്ടോ. എക്സാമ്പിൾ എഴുതണം കേട്ടോ, എന്നിട്ട് മതി കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് നമുക്ക് HVZ കേട്ടോ. അതിന്റെ ഫുൾ ഫോം എഴുതണം കേട്ടോ, ബ്രാക്കറ്റ് എഴുതി വെക്കാം. ഹെൽ, HELL ഹെൽ, അതൊരു സ്പേസ്, വോൾഹാർഡ്, VOLHARD വോൾഹാർഡ് സ്പേസ്, അത് സെലിൻസ്കി, ZELINSKY സെലിൻസ്കി, ZELINSKY സെലിൻസ്കി റിയാക്ഷൻ. ഹെൽ, വോൾഹാർഡ്, സെലിൻസ്കി റിയാക്ഷൻ കേട്ടോ. ഓർത്ത് വെക്കാം HVZ റിയാക്ഷൻ. ദെൻ അതിന്റെ ഫസ്റ്റ് ഫോം എഴുതി കേട്ടോ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കാം. ഫസ്റ്റ്, പ്രസൻസ് ഓഫ് ആൽഫ ഹൈഡ്രജൻ. ഈ പ്രസൻസ് ഓഫ് ആൽഫ ഹൈഡ്രജൻ ഇതിനു മുമ്പ് എവിടെ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞേ? ആൻഡോ അല്ലേ, ഓർത്ത് വെക്കാം. ആബ്സെൻസ് ഓഫ് ആൽഫ ഹൈഡ്രജൻ കാനിസാർ ഉണ്ടോ. അപ്പൊ ആൽഫ ഹൈഡ്രജൻ വരുന്ന രണ്ട് ഇതുണ്ട്, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പ്രസൻസ് ഓഫ് ആൽഫ ഹൈഡ്രജൻ. അതിൽ ഈ റിയാക്ഷൻ നടക്കില്ല കേട്ടോ, ഓർത്ത് വെക്കാം. ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതി വെക്കാം കേട്ടോ, ഓർത്ത് വെക്കാം. കാർബോക്സിലിക് ആസിഡ് ഹാവിംഗ്, പെട്ടെന്ന് ആ വേർഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം എഴുതിയത് കേട്ടോ, ഓർത്ത് വെക്കാം. കാർബോക്സിലിക് ആസിഡ് ഹാവിംഗ് ആൻ ആൽഫ ഹൈഡ്രജൻ, carboxylic acid having an alpha hydrogen alpha hydrogen are halogenated at the alpha position, halogenated at the alpha position on treatment with chlorine or bromine in the presence of small amount of
red phosphorus to give small amount of red phosphorus to give alpha halocarboxylic acid. Alpha halocarboxylic acid. Alpha halocarboxylic acid. Alpha halocarboxylic acid. ഈ റിയാക്ഷൻ ആണ് നമുക്ക് വരുന്നത്. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആറ്റം, അത് ഗ്രീക്ക് ലെറ്ററിൽ ആൽഫ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്നാണ്, ഫസ്റ്റ് കാർബൺ ആറ്റം, അതാണ് നമ്മുടെ ആൽഫ. അപ്പോൾ CH3 CH2 COOH ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ COH അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആറ്റം, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആൽഫ കാർബൺ ആറ്റം. അപ്പൊ എത്ര ഹൈഡ്രജൻ ഉണ്ട് ഇതിന്? 2 അല്ലേ? 2 ഹൈഡ്രജൻ. ഈ 2 ഹൈഡ്രജൻ ആണ് ആൽഫ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഈ ആൽഫ ഹൈഡ്രജനിൽ ഒരു ആൽഫ ഹൈഡ്രജനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് അതിലേക്ക് ആര് വരും? ക്ലോറിൻ ഓർ ബ്രോമിൻ. കേട്ടോ, ക്ലോറിൻ ഓർ ബ്രോമിൻ. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ X2 ആൻഡ് റെഡ് ഫോസ്ഫറസ്. റെഡ് ഫോസ്ഫറസ് കേട്ടോ, X2 ആൻഡ് റെഡ് ഫോസ്ഫറസ് ഇടും. അപ്പൊ എന്ത് വരും? ഈ H മാറിയിട്ട് അവിടെ X വരും. അത്രേ ഉള്ളൂ കേട്ടോ. നോക്കാം, RC അതല്ല CH3 CH3 CH ഇവിടേക്ക് X COOH. കേട്ടോ നോക്കാം. ഇനി X എന്ന് പറഞ്ഞാൽ ആരൊക്കെയാവാം? ക്ലോറിൻ, ബ്രോമിൻ. ചോദിച്ചോ. ഈ X2 Cl2 Br എക്സ്ട്രാ 2 ഇല്ല അല്ലേ? കേട്ടോ ഓർത്തോ. ഇത് മീനിങ് Cl2 അല്ലെങ്കിൽ Br. ഡയറക്ട്ലി പറ്റില്ല. CO2 in the presence of sunlight എന്ന് പറ്റില്ല. Cl2 സൺലൈറ്റും ഏതിന് മാത്രമേ പറ്റുള്ളൂ? ഹൈഡ്രോ കാർബൺ. കേട്ടോ, ഹൈഡ്രോ കാർബണിന് മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാതെ ഇത് കഴിയുമ്പോൾ ഈ COH എന്ത് ഗ്രൂപ്പ്? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അപ്പോൾ എക്സിനെ പോകണ്ടാന്ന് പറയും, സമ്മതിക്കില്ല. കാരണം എന്താ? ഫംഗ്ഷൻ ഗ്രൂപ്പ് വരുമ്പോൾ എൻഡിയർ പ്രോപ്പർട്ടി എന്ത് ചെയ്യും? മാറും. ആ കോമ്പൗണ്ട് തന്നെ മാറും അല്ലേ? കോമ്പൗണ്ട് തന്നെ മാറിപ്പോകും. ഫംഗ്ഷൻ ഗ്രൂപ്പ് വരുമ്പോൾ കോമ്പൗണ്ട് തന്നെ മാറിപ്പോകും അല്ലേ? CH2OH എന്താണ്? ആൽക്കഹോൾ ആണ് അല്ലേ? ആ ആൽക്കഹോളിലേക്ക് കുറച്ച് എടുത്തു വെച്ച് കഴിഞ്ഞാൽ എന്താവും? ആസിഡായി മാറും. എത്തനോൾ അല്ലേ? കുടിക്കുന്ന ആസിഡ് ഇതാണ് എത്തനോൾ എന്ന് പറയും. അതിലേക്ക് നമ്മൾ ചിരട്ടയുടെ കരിയില്ലേ? ചിരട്ട കണ്ടോ? തെങ്ങിൻ്റെ ഒരു അവസാനം അത് കരിച്ചിട്ട് ഇടുന്നത്, ഇട്ട് കഴിഞ്ഞാൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 days കൊണ്ട് എന്തായി മാറും? ആസിഡായി മാറും. കേട്ടോ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആസിഡായിട്ട് മാറും. അവിടെ എന്താ നടക്കുന്നത്? ഓക്സിഡേഷൻ. കേട്ടോ, ഓക്സിഡേഷൻ കുറേ റീജൻ ഉണ്ട്. ഞാനൊരു എന്താണ് നാച്ചുറൽ ആയിട്ടൊരു സംഭവം പറഞ്ഞു. അങ്ങനെയാണ് ആക്ച്വലി നമ്മൾ വിനെഗർ ഉണ്ടാക്കുന്നത്. കള്ളില്ലേ? കള്ളിൽ നിന്ന് വിനെഗർ ഉണ്ടാക്കുന്നത്. അപ്പോൾ കള്ള് അറിയില്ല അല്ലേ? അങ്ങനെ ഒരു സാധനം ഉണ്ട് കേട്ടോ. നോക്കാം, തെങ്ങിന്ന് എടുക്കാം കേട്ടോ. നോക്കാം. നെക്സ്റ്റ് അടുത്ത പ്രോസസ്. ഇനി അതിന്റെ ഡിസ്കഷൻ കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കാം, റിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ, അതുകൊണ്ട് തീരാണ്. റിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, RING, റിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ബ്രാക്കറ്റിലേക്ക് എഴുതി വെച്ചു കേട്ടോ. വേണ്ട, അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് റിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്സ്റ്റ് ഹെഡിങ് തന്നെ എഴുതി വെക്കാം. റിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഒരു വേണ്ടി എഴുതി വെച്ചു. ആരോമാറ്റിക് കാർബോക്സിലിക് ആസിഡ് undergo electrophilic substitution reaction. Aromatic carboxylic acid undergo electrophilic substitution reaction. Electrophilic substitution reaction in which the carboxyl group act as a deactivating carboxyl group. COH ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് കേട്ടോ. കാർബോക്സിൽ ഗ്രൂപ്പ് ആക്ട് ആസ് എ ഡീആക്ടിവേറ്റിംഗ് ആൻഡ് മെറ്റാഡയറക്റ്റിംഗ്. ആ വേർഡ് മാത്രം അണ്ടർലൈൻ ചെയ്യുക, ഡീആക്ടിവേറ്റിംഗ് ആൻഡ് മെറ്റാഡയറക്റ്റിംഗ്.
ഡീആക്ടിവേറ്റിംഗ് ആൻഡ് മെറ്റാ ഡയറക്റ്റിംഗ്. ഡീആക്ടിവേറ്റിംഗ് എന്നുള്ള വേർഡ് കണ്ടാൽ ഓർത്ത് നോക്കുക, അതെല്ലാം ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. ഡീആക്ടിവേറ്റിംഗ് എന്ന് കണ്ടാൽ എന്തായിരിക്കും? ഇലക്ട്രോ വിഡ്രോയിങ്. നൈട്രോബെൻസീൻ എന്തായിരുന്നു? ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്, ഡീആക്ടിവേറ്റിംഗ് ആണ്, മെറ്റയാണ്. ബെൻസാലിയേറ്റ് മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. ബെൻസോയിക് ആസിഡ് മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. അസറ്റോഫിനോൺ മെറ്റാ ഡയറക്റ്റിംഗ് ആണ് കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പോൾ നമുക്കറിയാം ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആരൊക്കെ ഉണ്ടായിരുന്നു? ഈ ചാപ്റ്റർ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം എന്താണ്? ഓർത്തോ പാര. അങ്ങനെ ഓർത്ത് നോക്കാം. ഈ ചാപ്റ്ററുകാരൻ ആരാണ്? ഈ ചാപ്റ്ററിൽ ആരൊക്കെ ഉണ്ട്? ബെൻസാലിയേറ്റ്, ബെൻസോയിക് ആസിഡ് ഓർത്ത് നോക്കുക. അവരെല്ലാം എന്തായിരിക്കും? മെറ്റാ ഡയറക്റ്റിംഗ്. ഓക്കെ. അപ്പോൾ ആ മെറ്റാ ഡയറക്റ്റിംഗിന് നൈട്രേഷൻ ഒരു എക്സാമ്പിൾ ആയിട്ട് എഴുതി വെക്കാം കേട്ടോ. എക്സാമ്പിൾ നൈട്രേഷൻ. നൈട്രേഷൻ എന്ന് പറഞ്ഞാൽ കാർബോക്സിലിക് ആസിഡിലേക്ക്, ഇത് കാർബോക്സിലിക് ആസിഡ്, അതിലേക്ക് കോൺസെൻട്രേറ്റഡ് HNO3 ആൻഡ് കോൺസെൻട്രേറ്റഡ് H2SO. ഇങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ COH ഇവിടെ NO2 കേട്ടോ. ഈ പൊസിഷനെയാണ് മെറ്റ. ഇത് ഓപ്പോസിറ്റ് പൊസിഷൻ എന്താ? പാര. ഇത് എന്തായിരുന്നു? ആക്ച്വലി ഓർത്തോ അല്ലേ? ഇത് രണ്ടും ഓർത്തോ. ഈ ഒരു പൊസിഷനാണ് മെറ്റ കേട്ടോ. ഓർത്തോക്കാം. ഇൻ ബിറ്റ്വീൻ പൊസിഷനാണ് മെറ്റ. മെറ്റയിൽ NO2 വരും. ഇനി മെറ്റാ ഡയറക്റ്റിംഗ് ആയിട്ട് വരുന്ന ആൾക്കാര് എന്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയുണ്ട്. ഫ്രിഡൽ ക്രാഫ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല കേട്ടോ. ഓർത്തോക്കാം. ഇത് എഴുതി കഴിഞ്ഞിട്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി എഴുതി കഴിഞ്ഞാൽ കഴിയും ചാപ്റ്റർ കേട്ടോ. ഓർത്തോക്കാം. ഇത് മാത്രമല്ല ഇതിലേക്ക് എന്താ ആഡ് ചെയ്ത് കഴിഞ്ഞാലും അല്ലെ, ബ്രോമിനേഷൻ, ഹാലജനേഷൻ എന്താ ആഡ് ചെയ്താലും മെറ്റയിലേക്ക് വരും കേട്ടോ. എടുത്തെഴുതണം കേട്ടോ. എഴുതിയോ? നെക്സ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കേട്ടോ ഇതിന്റെ താഴെ. മെറ്റാ ഡയറക്റ്റിംഗ് ആയിട്ട് വരുന്ന ആൾക്കാരൊന്നും എന്തിന്? ഫ്രിഡൽ ക്രാഫ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. അതാണ് സ്റ്റേറ്റ്മെന്റ് കേട്ടോ. അത് ടെക്സ്റ്റ് ബുക്കിലെ ഗീവ് റീസൺ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് എഴുതുന്നത് കേട്ടോ. എല്ലാം മെറ്റാ എല്ലാം മെറ്റാ ഡയറക്റ്റിംഗ്. അപ്പൊ എന്താ? ബെൻസാലിയേറ്റ് ഡു നോട്ട് അണ്ടർഗോ ഫ്രിഡൽ ക്രാഫ്റ്റ്. ബെൻസോയിക് ആസിഡ് എന്താ? അസറ്റോഫിനോൺ. ബെൻസീനിലേക്ക് നമ്മുടെ COCH വരുന്നത്. അപ്പൊ ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാർ ആരും എന്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല? ഫ്രിഡൽ ക്രാഫ്റ്റില് പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല കേട്ടോ. അതാണ് എഴുതാൻ പോകുന്നത്. Benzoic acid do not undergo Friedel-Crafts reaction. Benzoic acid do not undergo statement. Benzoic acid do not undergo Friedel-Crafts reaction because the carboxyl group carboxyl എന്ന് പറയുന്നത് COH ഗ്രൂപ്പ് കേട്ടോ. carboxyl group is deactivating and the catalyst aluminum chloride gets bonded to the carboxyl group. Gets bonded AlCl3 ഉണ്ട് അല്ലേ? ഈ ഫ്രിഡൽ ക്രാഫ്റ്റ് അത് എന്ത് ചെയ്യും? Gets bonded to the carboxyl group. ഡീആക്ടിവേറ്റിംഗ് ആണ്. അതുപോലെ AlCl3 ഇതുമായിട്ട് ഡീആക്ടിവേറ്റ് കേട്ടോ. അപ്പോൾ ചാപ്റ്റർ കഴിഞ്ഞു, കണ്ടന്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ക്ലിയർ ചെയ്ത് പഠിക്കണം കേട്ടോ. നോക്കാം കേട്ടോ. കഴിഞ്ഞിട്ടില്ല കേട്ടോ, തുടങ്ങണുള്ളൂ കേട്ടോ. നോക്കാം. ഈ എണ്ണം പറയാതെ വിട്ടില്ല ആരെ കേട്ടോ. നോക്കാം. ഈ എണ്ണം കേട്ടോ. നോക്കിയേ, ഹെഡിങ് പറഞ്ഞാൽ മതി കേട്ടോ. നോക്കാം. എന്തൊക്കെയായിരുന്നു ഫസ്റ്റ്? ഒരു ഐഡിയ കിട്ടണം അല്ലെങ്കിൽ എന്തൊക്കെയോ എടുത്തു. ഫസ്റ്റ് എന്തായിരുന്നു? അസിഡിറ്റി. അസിഡിറ്റിയുടെ കാരണം ഒറ്റ വേർഡിൽ പറഞ്ഞു കീ പഠിച്ചു പോകും എല്ലാത്തിനും. അസിഡിറ്റി എന്താ റീസൺ? കാർബോക്സിലേറ്റ് അയോൺ റെസൊണൻസ് സ്റ്റെബിലിറ്റി ഉണ്ട് കേട്ടോ. നോക്കാം. കാർബോക്സിലേറ്റ് അയോൺ റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. അപ്പൊ അസിഡിറ്റി ഓഫ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞ ആ വേർഡ് കറക്റ്റ് ആയിട്ട് വരണം. അടുത്ത ഹെഡിങ് എന്തായിരുന്നു? ഫോർമേഷൻ ഓഫ് അൺഹൈഡ്രേറ്റ്. എന്താ റീജന്റ് ആഡ് ചെയ്ത്? കാർബോക്സിലിക് ആസിഡിലേക്ക് ഡാഷ് ആഡ് ചെയ്യും. H2SO4 or P2O5 ആഡ് ചെയ്ത ഈ അൺഹൈഡ്രേറ്റ് ഉണ്ടാവും. തേർഡ് ഹെഡിങ് എന്തായിരുന്നു?
എന്താ ആഡ് ചെയ്യുന്നത്? ആൽക്കഹോൾ ഇൻ ദ പ്രസൻസ് ഓഫ് ആസിഡ് അല്ലേ? തേർഡ്. ദെൻ ഫോർത്ത് ECl5, PCl5 PCl3 അല്ലേ? ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? COCl കണ്ടോ? ഓർത്ത് നോക്കാം. നെക്സ്റ്റ് എന്തായിരുന്നു? റിയാക്ഷൻ വിത്ത് അമോണിയ. NH3 ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? അമൈഡ്. NH3 ആഡ് ചെയ്താൽ എന്താ വരുന്നത്? അമൈഡ്. CONH2 വരും അല്ലേ? ആ ഇന്റർമീഡിയറ്റ് ഒക്കെ COONH4+ ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അമൈഡ് ഫോം ചെയ്യും. നിങ്ങൾക്ക് അങ്ങനെ കിട്ടണം. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഇന്ന് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണെന്ന് എനിക്കറിയാം. അപ്പോൾ എന്ത് ചെയ്യും? വീട്ടിൽ പോയിട്ട് ഇവരൊക്കെ ഇരുന്ന് എഴുതും അല്ലേ? ഇയാളാണെങ്കിൽ അത് മുഴുവൻ എഴുതി കഷ്ടപ്പെടും, ടയർഡാവും. എനിക്കത് ഇഷ്ടമല്ല. ആദ്യം എന്ത് ചെയ്യണം? ആ ഹെഡിങ്സ് പറയണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അതിനാ ടിപ്സ് കിട്ടണം. എന്നിട്ട് എഴുതിയാൽ മതി കേട്ടോ. ഓർത്ത് നോക്കാം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് പ്രാവശ്യം ജസ്റ്റ് ഒന്ന് റഫായിട്ടൊക്കെ എഴുതിയാൽ മതി. അതായത് കുറെ കഷ്ടപ്പെടാതെ എഴുതിയിട്ടാണ് അല്ലേ? ഓക്കെ. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്തായിരുന്നു? ഹെഡിങ് റിഡക്ഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ്. അത് കഴിഞ്ഞാൽ ഡീകാർബോക്സിലേഷൻ. അത് കഴിഞ്ഞാൽ HBZ. അത് കഴിഞ്ഞാൽ റിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇത്രയേ ഉള്ളൂ. എത്ര ഹെഡിങ് ഉണ്ട്? 9 കേട്ടോ. ഓർത്ത് നോക്കാം. ആര് പറയുന്നു എന്നാലും വിടുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. 2-3 പേരെങ്കിലും ഇതിൽ പറഞ്ഞാലേ വിടില്ല. ഹെഡിങ്സ് പറഞ്ഞാൽ മതി കേട്ടോ. വെറുതെ ഹെഡിങ്സ് പറഞ്ഞാൽ. ഇങ്ങനെ ഹെഡിങ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബോർ അടിക്കുന്ന എനിക്ക് അറിയാം. അതുകൊണ്ട് ആ സമയത്ത് പാസ്റ്റ് ഇയർ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഈ ബുക്ക് ഉണ്ടോ കേട്ടോ. ഈ ടോപ്പിക് ചെയ്യുന്ന ഉള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് അമീൻ തുടങ്ങി വെക്കാം കേട്ടോ. ഓക്കെ, അതാ ചെയ്യുന്നേ. വീട്ടിൽ പോയിട്ട് പഠിക്കുമ്പോൾ ഞാൻ റിപ്പീറ്റേഷൻ പറയുന്നു. നിങ്ങൾ ഏത് ടോപ്പിക്കാണോ ഇപ്പൊ ഈ ചാപ്റ്റർ എടുത്തു, നിങ്ങൾ പ്രിപ്പറേഷൻ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അടുത്ത പഠിക്കലല്ല, ആ പ്രിപ്പറേഷന്റെ ക്വസ്റ്റ്യൻസ് 1, 2, 3 നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം പാസ്റ്റ് ഇയറിൽ. അത് ഓക്കെ. എന്നാ പിന്നെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. റെഡിയാണ്? ഓക്കെ, വേഗം പറഞ്ഞു. acidity, formation of acidic anhydride, formation of anhydride, in esterification, reaction with PCl5, PCl3 with SOCl2, reaction with ammonia, decarboxylation, HBZ, reduction of carboxylic acid, HBZ, എന്റെ ഇടയിൽ ഒരെണ്ണം decarboxylation, decarboxylation, HBZ, ring substitution. കേട്ടോ. ഒരു ക്ലാസ് കൊടുത്തു. 3 പേര് പറയാൻ ക്ലാസ് വിടില്ല കേട്ടോ. 3 ആൾക്കാർ പറയണം, എന്നാലും ക്ലാസ് വിടുള്ളൂ. ഓക്കെ, ഒരാളായി കേട്ടോ. ആരെയും വിടുന്നു കേട്ടോ. പറഞ്ഞാളെ വിടില്ല കേട്ടോ. നോക്കാം. റെഡിയാണോ? Acidity, formation of anhydride, esterification, ammonia, carboxylic acid, decarboxylation. കാർബോക്സിലിക് ആസിഡ് ഫോർമേഷൻ ഓഫ് അൺഹൈഡ്രേറ്റ് കേട്ടോ. അത് ഉദ്ദേശിച്ചത് അല്ലേ? അൺഹൈഡ്രേറ്റ്. പിന്നെ decarboxylation. അതിനിടയിൽ കുറെ ആൾക്കാർ PCl5. SOCl2 പറഞ്ഞില്ല. പിന്നെ Ring substitution. എന്നാലും കുഴപ്പമില്ല കൂട്ടാം കേട്ടോ. ഓർത്തുക. ഇനി ഒരാളോട് പറഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ. തെറ്റിച്ച് കഴിഞ്ഞാൽ അയാൾ തെറ്റിച്ച് കഴിഞ്ഞാൽ വിടൂല കേട്ടോ. പിന്നെ 2 പേരും ഇതുപോലെ പറയാൻ പറ്റില്ല കേട്ടോ. ഓർത്തുക. കറക്റ്റ് ആയിരിക്കണം, ഷാർപ്പ് ആയിരിക്കണം. അയാൾ തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ 2 പേരിലേക്ക് പോകും കേട്ടോ. ഓർത്തുക. ഇവിടെ നോക്കിയേ, പേജ് നമ്പർ 153. വീട്ടിൽ പോയിട്ട് നോക്കേണ്ട കാര്യമാണ്. ഇവിടെ നിന്നിട്ട് കെമിക്കൽ റിയാക്ഷൻ എന്നുള്ള ഹെഡിങ് ഉണ്ട്. അതിൽ അസേഷൻ റീസൺ ഒക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഓർത്ത് നോക്കാം. ഇവിടെ 115 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കട്ടെ കേട്ടോ. ഓർത്ത് നോക്കാം. 114 വെച്ചേക്കുന്ന കംപ്ലീറ്റ് ദ ഫോളോയിങ്. COH കഴിഞ്ഞിട്ട് റെഡ് ഫോസ്ഫറസ് ആൻഡ് Br2 എന്ന് കൊടുത്തിട്ടുണ്ട്. ഏതായിരിക്കും? റെഡ് ഫോസ്ഫറസ് ആൻഡ് Br2 അങ്ങനെ കിട്ടുമല്ലോ. അങ്ങനെ ചെക്ക് ചെയ്യണം കേട്ടോ. അടുത്ത് 115 ബെൻസോയിക് ആസിഡിന്റെ മുകളിൽ അവര് NaOH മാത്രം കൊടുത്തിട്ടുണ്ട്. ബെൻസോയിക് ആസിഡ് NaOH. ബെൻസോയിക് ആസിഡ് NaOH അല്ല, ബെൻസോയിക് ആസിഡ്. ആരാ പറഞ്ഞത്? അസിഡിറ്റി. ആദ്യത്തെ ഇക്വേഷൻ അസിഡിറ്റി പ്രൂവ് ചെയ്യുന്നത് അല്ലേ? ബെൻസോയിക് ആസിഡിലേക്ക് NaOH എന്താ കിട്ടുന്നത്? COONA.
ബെൻസീൻ റിംഗ് അതിന്റെ മുകളിൽ COONA. ചെക്ക് ചെയ്യണം, ഇത് ആൻസർ ഉണ്ടാവും. ആൻസർ എല്ലാം ആദ്യം നോക്കണ്ടേ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യണം. അവിടുത്തെ അടുത്ത അവർ ചോദിച്ചേക്കുന്നത് പ്രൊപ്പനോയിക് ആസിഡ് ടു അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് ആ അപ്പൊ എന്ത് കിട്ടും? പ്രൊപ്പനോയിക് ആസിഡിന് ഡീകാർബോക്സിലേഷൻ ചെയ്താൽ എന്ത് കിട്ടും? ഈഥേൻ കിട്ടും. ഈഥേനിൽ നിന്ന് അസറ്റിക് ആസിഡിലേക്ക് എങ്ങനെ എത്തും? Cl2 ആൻഡ് യൂവിലൈറ്റ്. അപ്പൊ എന്താ? ക്ലോറോ ഈഥേനായി. ഇനി എന്ത് ചെയ്യും? അക്വസ് കെ വെച്ചിട്ട് OH ആയി. ഇനി എന്ത് ചെയ്യണം? OH ന് എന്ത് ചെയ്യണം? ഓക്സിഡേഷൻ ചെയ്യണം കേട്ടോ. ഓർത്തോക്കെ അത്രയും സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ളതാണ് കൺവേർഷൻ എന്ന് പറയുന്നത്. അത് മാത്രമാണ് വേറെ ഏരിയ എന്നൊക്കെ വരുന്നത്. then അത് കഴിഞ്ഞിട്ട് ഒരു ഗീവ് റീസൺ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നതൊക്കെ നോക്കാം നമുക്ക്. why carboxylic acid does not give reaction of carbonyl group? Carboxylic acid does not give reaction of carbonyl group. കാർബോക്സിലേറ്റ് അയൺ ഫോം ചെയ്യും കേട്ടോ. ഓർത്തുക. അതുകൊണ്ടാണ് ഗീവ് റീസൺ ചോദിക്കുമ്പോൾ ആ രീതിയിലൊക്കെ കിട്ടണം എന്ന് പറയുന്നത് കേട്ടോ. ഓർത്തുക. അപ്പൊ ഈ ഇക്വേഷൻസുകൾ റിയേജന്റുകളൊക്കെ കിട്ടുമോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഒരാളും കൂടി പറഞ്ഞാൽ മൈൻഡ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ആർക്കും പോകാൻ ആഗ്രഹമില്ലേ? ക്ലാസ് കഴിഞ്ഞു 10 minutes ആയി, എന്നിട്ട് ആരും പറഞ്ഞാൽ പോവാന്ന് പറഞ്ഞിട്ട് അപ്പൊ വേഗം പറയാം. ക്രിസ് കൈ വരുത്തി വേഗം പറഞ്ഞു കേട്ടോ. acidity, formation of anhydride, esterification, reaction with PCl5 SOCl2, reduction of acid, ammonia reaction with ammonia, HVZ, ring substitution. എന്റെ ഇടയിൽ ഏതൊക്കെ വിട്ടിരുന്നത് ബാക്കി ആൾക്കാർ പറഞ്ഞ ഞാൻ വിടാം. പിന്നെന്തായിരുന്നു കേട്ടോ. ഓർത്ത് വെക്കാം. ഓക്കെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഒന്ന് പഠിച്ചിട്ട് വേണം കേട്ടോ. ഒന്ന് നോക്കാം.